അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ലോകത്ത് തന്നെ വളരെ വലിയ ജനസഞ്ചയം താമസിക്കുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ് നമ്മുടെ ഇന്ത്യ. നിരവധി സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന വിശാലമായ ഭൂപ്രദേശം സ്വന്തമായുള്ള രാജ്യമെന്ന നിലക്ക് ഇന്ത്യയുടെ തന്നെയും വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള വൈവിധ്യങ്ങൾ പുറത്ത് പലപ്പോഴും പല രാജ്യങ്ങളും തമ്മിലുള്ള വൈവിധ്യങ്ങളെക്കാൾ അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങളെക്കാൾ വളരെ വലുതാണെന്ന് രാജ്യത്ത് സഞ്ചരിച്ചവരെല്ലാം സൂചിപ്പിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. വൈവിധ്യങ്ങളുടെ നാടാണ് ഇന്ത്യ എന്ന പ്രാഥമിക വിശകലനത്തിൽ തന്നെ ഏതെങ്കിലും നിശ്ചിത മാനകങ്ങളെ കൊണ്ട് മാനദണ്ഡങ്ങളെ കൊണ്ട് അളക്കാൻ കഴിയാത്ത വിധം വിപുലമായ വ്യത്യാസങ്ങളെ ഉൾവഹിക്കുന്ന രാജ്യമെന്ന നിലക്ക് രാജ്യത്തെ ഈ വൈവിധ്യങ്ങളെ തൊട്ടുകൊണ്ടുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ ഇവിടെ നടക്കാനിരിക്കുന്നത്. വലിയ ജനവിഭാഗങ്ങൾ താമസിക്കുന്ന രാജ്യമെന്ന നിലക്ക് തന്നെ രാജ്യത്തെ ഭരണകൂടങ്ങൾ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ആവശ്യങ്ങളോട് ഏത് തരത്തിലുള്ള സമീപനങ്ങളാണ് സ്വീകരിക്കുന്നത് എന്നും സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതികളുടെ ഗുണഭോക്താക്കളായി ജനങ്ങളെ കാണാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നും പഞ്ചവത്സര പദ്ധതികൾ ഉൾപ്പെടെ ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള വൈവിധ്യങ്ങളായ സർക്കാർ പദ്ധതികൾ ഏതുതരത്തിൽ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നുണ്ടെന്നും അതിൻ്റെ എല്ലാ ഭാഗമായി രാജ്യത്തെ വികസനവും പുരോഗതിയും അളക്കുന്നിടത്ത് സർക്കാർ സംവിധാനങ്ങൾ കൊണ്ട് ലക്ഷ്യമാക്കുന്നത് പോലെ തന്നെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് ആ തരത്തിലേക്ക് വളരാൻ കഴിയുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ ഇത്തരം അന്വേഷണത്തിൻ്റെ ഭാഗമായി നമുക്കൊരു തീർപ്പിലെത്താൻ കഴിയുന്നു എന്നതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഇത്തരം സെഷനുകളെ കൊണ്ട് നമുക്ക് ലഭ്യമാകുന്നത്. ദീർഘമായ യാത്രകൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെ നടത്തിയ രണ്ടു പ്രഗത്ഭരാണ് ഇന്ന് നമ്മോട് ഈ സദസ്സിൽ സംസാരിക്കുന്നത്. അന്വേഷണാത്മകമായ പത്രപ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന ദേശീയ അവാർഡുകൾ നേടിയ കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ മാധ്യമപ്രവർത്തനം കാഴ്ചവെക്കുകയും അതിൻ്റെയൊക്കെ ഭാഗമായി രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലൂടെ പല പ്രമാദ കേസുകളുടെ അന്വേഷണത്തിൻ്റെയൊക്കെ ഭാഗമായി സഞ്ചരിച്ച ശ്രീ സുനിൽ ബേബി നമ്മോട് രാജ്യത്തെ തൻ്റെ യാത്രാനുഭവങ്ങൾ, രാജ്യത്തിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ വിവരിച്ച് സംസാരിക്കുന്നു. അതുപോലെ നമ്മോട് കൂടെയുള്ള സഹപാനലിസ്റ്റ് ഡൽഹി തൊയ്ബഹർ യുടെ CEO രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും സഞ്ചരിച്ച് അടിസ്ഥാന ജനവിഭാഗങ്ങളോട് നിരന്തരം സമ്പർക്കം പുലർത്തി സംസാരം നടത്തി ഇത്തരം അവസ്ഥകളെ പുറം ലോകത്ത് എത്തിക്കാൻ വേണ്ടി പരമാവധി തൻ്റെ മീഡിയ കഴിവുകൾ ഉപയോഗപ്പെടുത്തുന്ന PT മുഹമ്മദ് സഖാഫി, ഈ രണ്ടുപേരും തങ്ങളുടേതായ യാത്രാ വിവരണങ്ങൾ നടത്തുന്നത് വഴി ഈ രാജ്യത്ത് ഈ രാജ്യത്തിലൂടെയുള്ള ഒരു യാത്ര നമുക്ക് ഈ സമയത്ത് നടത്താൻ കഴിയും. പ്രാഥമികമായി ശ്രീ സുനിൽ ബേബി സാർ നമ്മോട് സംസാരിച്ച് തുടങ്ങാണ്. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എൻ്റെ പേര് സുനിൽ ബേബി എന്നാണ്. ഞാൻ 10-30 കൊല്ലമായിട്ട് മാധ്യമരംഗത്ത് ജോലി ചെയ്യുന്നു. 2019-20 വർഷങ്ങളിൽ ഞാൻ ഡൽഹിയിലായിരുന്നു. ഞാനൊരു പ്രോഗ്രാം ചെയ്തിരുന്നു, ട്രൂത്ത് ഇൻസൈഡ് എന്ന ഒരു പ്രോഗ്രാമാണ് ചെയ്തിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് രാജ്യത്ത് പല സ്റ്റേറ്റുകളിലും പോകേണ്ടി വന്നിട്ടുണ്ട്. പല
കുഞ്ഞ് ഡോക്യുമെൻ്ററി ചെയ്യാനായിട്ട് പല സ്ഥലത്തും പോയിട്ട് വന്നിട്ട് അന്ന് ഉണ്ടായ പല അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളെ ആയിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് ഇവിടേക്ക് ക്ഷണിച്ച എൻ്റെ സംഘാടകർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഞാൻ പോയതിൽ എന്നെ ഏറ്റവും സ്പർശിച്ച സ്ഥലങ്ങളിലൊന്ന് ജാർഖണ്ഡിലെ ധൻബാദിനടുത്തുള്ള ജരിയ എന്ന ഗ്രാമമാണ്. ഞാൻ അതിനെ വിശേഷിപ്പിക്കുന്നത് ഞാൻ കണ്ടതിൽ വെച്ച ഒരു നരകം എന്നാണ് ഞാൻ പറയുന്നത്. അതിനു മുകളിൽ ഒരു സ്ഥലവും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഈ ജാർഖണ്ഡിലേക്കുള്ള യാത്ര തുടങ്ങുന്ന സമയത്ത് ഒരു മലയാളി എന്ന നിലക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ സദസ്സ് നമ്മോട് കൂടെ ഈ രാജ്യത്തേക്കുള്ളൊരു യാത്ര തുടങ്ങാൻ ഒരു മലയാളി കേരളത്തിൽ നിന്ന് പുറപ്പെടുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന ഒരു മനസ്സിലെ ഒരു ഇന്ത്യ, അത് ജാർഖണ്ഡിൽ എത്തുന്ന സമയത്ത് അനുഭവപ്പെടുന്ന ഒരു ഇന്ത്യയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അത് നോക്കിക്കാണാൻ കഴിയുന്നത്? ജാർഖണ്ഡിൽ നമുക്ക് ചാനലിൻ്റെ ഭാഗമായിട്ട് പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് പോകുമ്പോൾ നമ്മൾ മുന്തിയ ട്രെയിനിലോ ഒരു സെക്കൻഡ് ക്ലാസ് അല്ലെങ്കിൽ തേർഡ് ക്ലാസ് ട്രെയിനിലൊക്കെയാണ് പോവുക. പക്ഷേ ആ ട്രെയിനകത്ത് പോലും നമുക്ക് കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അങ്ങനെയാണ് ആളുകളുടെ പെരുമാറ്റവും വൃത്തിയുടെ കാര്യത്തിലും എല്ലാത്തിലും അതുപോലും നമുക്ക് സഹിക്കാൻ കഴിയില്ല. അത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ എന്താണ് സംഭവിക്കുക? മിക്കവാറും ഈ AC ട്രെയിനുകൾ ഒഴിച്ചാൽ ആളുകളൊക്കെ ടിക്കറ്റ് ഒന്നുണ്ടോ കാര്യത്തിൽ സംശയമാണ്. പക്ഷെ വേറെ മാർഗമൊന്നുമില്ല. വേറെ എന്താ മാർഗം? ബസ്സുകളിലാണെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ മഹാരാഷ്ട്രയിൽ ബീഡ് എന്ന സ്ഥലത്തെ ഒരു പൊതു വാഹനത്തിലാണ് പോയത്. അവിടുത്തെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ വാഹനമാണ്. നമുക്ക് തൊടാൻ പോലും പറ്റില്ല, അത്രയധികം കരി പിടിച്ചിരിക്കുകയാണ്. അതൊരു വണ്ടിയുടെ കോലം എന്ന് പറയാൻ പറ്റുമോ? അതാണ് പൊതു ഗതാഗത സംവിധാനങ്ങൾ. നമ്മളിപ്പോൾ KSRTC ഒരുപാട് കുറ്റം പറയും. പക്ഷെ നമ്മൾ അവിടെ പോയിട്ടുള്ളൊരു അനുഭവം വെച്ച് നോക്കുമ്പോൾ ഇതാണ്. അതുപോലെ ബീഹാറിൽ നിന്ന് ഞാൻ ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുന്നത് പ്രൈവറ്റ് ബസ്സിലാണ്. കിടന്നുറങ്ങാൻ സംവിധാനമുള്ള ബസ്സാണ്. ബസ് കയറുന്നവരെ കുഴപ്പമൊന്നുമില്ല, പിന്നെ മുഴുവൻ ഗുണ്ടായിസാണ്. നമുക്ക് നമ്മുടെ ഡോറ് ക്ലോസ് ചെയ്ത് മിണ്ടാതിരിക്കാനേ പറ്റൂ. പിന്നെ അതിന് താഴെ നടക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ല, ഒന്നിനും പറ്റില്ല. പിന്നെ ഡൽഹി എത്തുന്നവരെ നമുക്ക് ഒരു രക്ഷയില്ല. അവിടെ താഴെ അടി നടക്കുന്നു, ബഹളം നടക്കുന്നു, ചിലർ അവിടെ പരസ്യമായിട്ടിരുന്ന് കള്ളു കുടിക്കുന്നു. അങ്ങനെ ഭയങ്കര ഒരു ലോകമാണ് താഴേക്ക് ഞാൻ നോക്കുമ്പോൾ. നമുക്കൊന്നും അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ലല്ലോ. ഇതാണ് യാത്രയെ സംബന്ധിച്ച് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഈ ജരിയയിലേക്ക് വരികയാണെങ്കിൽ, ജരിയ എന്നൊരു നാട് ഒരു 100 വർഷം മുമ്പ് ബ്രിട്ടീഷുകാരുടെ കാലത്ത്, രാജാക്കന്മാർ ഭരിക്കുന്ന കാലത്ത് അവിടെ ഒരു ഖനിക്ക് തീ പിടിച്ചു. ആ തീ 116 കൊല്ലമായിട്ടും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിങ്ങനെ പടർന്ന് ഭൂമിക്കടിയിൽ തീ പടർന്ന് 5 കിലോമീറ്റർ ചുറ്റളവിൽ അത് വ്യാപിച്ചു. അതിൻ്റെ മുകളിൽ ജീവിക്കുന്ന 5000-ലധികം വരുന്ന കുടുംബങ്ങളെക്കുറിച്ചാണ് എൻ്റെ ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നത്. ഞാൻ അവിടെ പോകുന്ന ഒരു ഓഗസ്റ്റ് മാസത്തിലാണ്. നല്ല ചൂടുള്ള സമയമാണ്. മൊത്തത്തിൽ അന്തരീക്ഷത്തിൽ ചൂട്. ഈ സ്ഥലത്തെത്തുമ്പോൾ ഖനിയുടെ തീപിടുത്തം കാരണം അതിൻ്റെ ചൂട് വേറെ. അങ്ങനെ ഞാൻ എല്ലാം ഈ ഖനികളുടെ അടുത്തുള്ള ഒരു വീട്ടിലേക്ക് പോയി. ആ വീട്ടിൽ കിടപ്പുമുറിയിൽ ഒരു മൂലയിൽ നിന്നിങ്ങനെ പുക വരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണത്? പുകയല്ല അത് നീരാവിയാണ്. അടിയിലുള്ള ഖനിയിൽ നിന്ന് വരുന്ന നീരാവിയാണ്. അവിടെയാണ് ഈ പാവങ്ങൾ കിടന്നുറങ്ങുന്നത്. ഭൂരിഭാഗം ആളുകളും ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവരവിടെ നിന്ന് മാറ്റണം എന്നാണ് സർക്കാരിൻ്റെ നയം. പക്ഷെ അതിൽ വലിയ ചതിയുണ്ട്. കാരണം ഇവരോട് നിന്ന് മാറ്റിയാൽ മാത്രമേ ഖനി കമ്പനികൾക്ക് ഇത് മുഴുവൻ ഏറ്റെടുക്കാൻ പറ്റൂ. ജരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജരിയ എന്ന് പറഞ്ഞിട്ടൊരു റെയിൽവേ സ്റ്റേഷൻ നമുക്ക് കാണാം. ആ റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ, ഞാൻ പോയതാണ്,
പശുവിനൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. അത് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം റെയിൽ പാളങ്ങൾ മുഴുവൻ ഈ തീയിൽ വെന്ത് ഉരുകിപ്പോയി. അങ്ങനെ ഈ നാട്ടിലെ ഇവരുടെ ജീവിതം എന്ന് വെച്ചാൽ ഈ ചൂടിന് പുറമെ ഈ ഖനിയുടെ അകത്തുനിന്ന് വരുന്ന പുക, കാർബൺ മോണോക്സൈഡ്, സൾഫർ, അങ്ങനെ വന്ന ഈ പുക കൂടി ശ്വസിച്ചിട്ടാണ് അവരവിടെ ജീവിക്കുന്നത്. സത്യത്തിൽ അതിൻ്റെ കൂടുതൽ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ സത്യത്തിൽ ഇവരുടെ അച്ഛന് മുമ്പുള്ള തലമുറ കർഷകരായിരുന്നു. ഇതെല്ലാം കൃഷിഭൂമിയായിരുന്നു. അവർ വളരെ സമാധാനമായിട്ട് ജീവിച്ചിരുന്ന സ്ഥലത്താണ് ഈ ഖനി ഇങ്ങനെ തീപിടുത്തമുണ്ടായത്. ഖനി തീപിടിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വിഷ്വലൊന്നും നമ്മൾ അധികം കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ പോയ ദിവസം അന്ന് തലേദിവസം മഴ പെയ്തപ്പോഴാണ് ഈ തീ ആളിക്കത്തിയത്. ഈ ആളിക്കത്തിയത് കണ്ടപ്പോഴാണ് അതിൻ്റെ ഒരു സത്യം പറഞ്ഞൊരു ഭയം ഉള്ളിലേക്ക് വന്നത്. ഏത് സമയവും ഏത് ഭാഗത്തും ഒരു വിള്ളലുണ്ടാവാം, അപകടം സംഭവിക്കാം. പശുക്കളെ മേയാൻ വിട്ടിട്ട് ഈ ഗർത്തത്തിൽ വീണ് വെന്തിരിഞ്ഞു പോവാണ്. ഒരു പെൺകുട്ടി കളിക്കുന്നതിനിടയിൽ ഇതിൻ്റെ ക്രാക്കിൽ വീണിട്ട് കുട്ടിയുടെ ബോഡി പോലും കിട്ടിയിട്ടില്ല. ഒരു അച്ഛനും മകനും വേറെ മരിച്ചിട്ടുണ്ട്. അങ്ങനെ മരണം വേറെ. ഇവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഇതാണ് അവസ്ഥ. ശ്വസിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ഇനി കുടിനീരാണെങ്കിൽ 2 കിലോമീറ്റർ അകലമാണ്. കാരണം താഴേക്ക് ഖനിയാണ്. ഈ ഖനിയിൽ ഉള്ളത് കൊണ്ട് വെള്ളം കിട്ടാൻ വയ്യ. അതുകൊണ്ട് 2 കിലോമീറ്റർ ചുമന്നിട്ടാണ് വരുന്നത്. ആകെ ഒരു സ്കൂളേ ഉള്ളൂ. സ്കൂളിലെ കുട്ടികൾ പകുതി സമയത്തൊക്കെ ഉണ്ടാവുള്ളൂ. പുലർച്ചെ തന്നെ കുട്ടികൾ ഖനിയിൽ പോയിട്ട് ഈ കോക്കിംഗ് കോളിൽ കൽക്കരി എടുത്ത് കത്തിച്ച് അല്ലെങ്കിൽ അത് കൊണ്ടുവരുന്ന കുട്ടികളാണ് അധികം ഈ സ്കൂളിലുള്ളത്. ഈ സ്കൂളിൽ തന്നെ ചുറ്റും ഇങ്ങനെ പുക ഇങ്ങനെ വരുന്നതാണ്. എൻ്റെ ഡോക്യുമെൻ്ററിയിൽ അത് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെ പുകകൾ ഇങ്ങനെ ഉയർന്ന സ്ഥലത്ത് കുട്ടികൾ ഇങ്ങനെ പഠിക്കാൻ പോകുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും ഖനിയിലെ ജോലിക്ക് പോകുന്നു. ഇങ്ങനെ ഒരു ജീവിതമാണ് അവരുടെ. ശരിക്കും ഇതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോൾ സത്യത്തിൽ ഇത് പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് കോക്കിംഗ് കോൾ ലിമിറ്റഡ് എന്ന സ്ഥാപനം ആണ് ഈ ഖനിയുടെ ഉടമസ്ഥർ. പിന്നെയുള്ളത് ടാറ്റയാണ്. പക്ഷേ പൊതുമേഖലാ സ്ഥാപനമായിട്ട് കൂടി ഈ തീ അണയ്ക്കാൻ ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. ജാർഖണ്ഡിലാണ്. ഇപ്പോൾ ഞാൻ പോകുന്നത് 2019 അപ്പോഴത്തെ അവസ്ഥ വെച്ച് ഇത് പാർഷ്യലി പ്രൈവറ്റൈസേഷൻ വന്ന സമയമാണ്. കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ വർഷം ഖനി മേഖല മുഴുവൻ NDA സർക്കാർ പ്രൈവറ്റൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ തീനി ഒരിക്കലും അണയാൻ പോകുന്നില്ല. അവരുടെ ദുരിതം തീരാൻ പോകുന്നില്ല. ഇവരൊക്കെ മാറ്റി പാർപ്പിക്കാനുള്ളൊരു സംവിധാനം ഉണ്ട്. ഞാൻ അവിടെയും പോയിരുന്നു. ഇതിനേക്കാൾ വലിയ ദുരന്തം ആണത്. കാരണം 5 ലക്ഷം പേരെയാണ് ഒന്നിച്ച് ഈ ഗ്രാമത്തിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ മാറ്റിപ്പാർപ്പിക്കൽ പരിപാടിയായിരിക്കും അത്. അവരുടെ വീട് ഫ്ലാറ്റുകളാണ്. 45 സ്ക്വയർ ഫീറ്റാണ് ഒരു വീട്. അതായത് നമ്മളിരിക്കുന്ന ഈ സ്റ്റേജിൻ്റെ വലിപ്പം ഉണ്ടായിരിക്കും. അതാണ് അവർക്ക് കൊടുത്തിട്ടുള്ള വീട്. 4ഉം 5ഉം 6ഉം പേരുള്ള ഒരു കുടുംബത്തിന് കൊടുത്തിട്ടുള്ളത് ഈ സ്റ്റേജിൻ്റെ വലിപ്പമുള്ള ഒരു ഫ്ലാറ്റ്. ഭക്ഷണം ഉണ്ടാക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് സ്റ്റെയർസിലാണ് അവർ കുക്ക് ചെയ്യുന്നത്. ഇതാണ് അവിടുത്തെ സർക്കാരിൻ്റെ പുനരധിവാസ പരിപാടി. എപ്പോഴും ഒരു വിഷമാണ്. കാരണം ഞാൻ പോയ ദിവസത്തിൽ എൻ്റെ ക്യാമറമാൻ 4 ദിവസം കിടപ്പിലായി ഈ പുക ശ്വസിച്ചിട്ട്. എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ എപ്പോഴെങ്കിലും നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ അവിടെ ദുരിതം അവരുണ്ടാക്കിയതല്ല, പ്രകൃതി ദുരന്തമല്ല, കൃത്യമായി മനുഷ്യനിർമ്മിതമാണ്. അതിനെ തടയാൻ പറ്റും. ടാറ്റയുടെ ഖനി മേഖലയിൽ കുറച്ച് സ്ഥലങ്ങളിൽ അവരത് അണയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് കൂടുതൽ ഏരിയ വേണ്ട.
ഈ ഖനി കരാറുകാർ, ഖനി മുതലാളിമാർ സർക്കാരിൻ്റെ പേരിലാണെന്നാണ് അവർ ഇത് സ്വകാര്യവൽക്കരണം വന്നുകൊണ്ട് ഇപ്പോൾ നേരിട്ടായിരിക്കും നടത്തുന്നുണ്ടാവുക. അവരുടെ ആവശ്യമാണ് ഇവരെ ഇവിടുന്ന് ഒഴിവാക്കുക എന്നുള്ളത്. അതുകൊണ്ട് അവരൊരിക്കലും തീയണക്കില്ല. ഇവരുടെ ദുരിതം തൽക്കാലെങ്കിലും ഒഴിവാവില്ല എന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. ഇതാണ് ജാർഖണ്ഡ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു നരകം എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിടത്തോളം ജീവിതത്തിൽ സ്പർശിച്ച ഒരു സ്ഥലമാണ് ഈ ജരിയ എന്നൊരു സ്ഥലം. സുനിൽ ബാബു സാറ് പറഞ്ഞത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഏകദേശം 6.5 ലക്ഷം ഗ്രാമങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന നാലാമത്തതോ അഞ്ചാമത്തോ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന രാജ്യം പാപ്പുവ ന്യൂ ഗിനി എന്ന് പറയുന്നൊരു ചെറിയ രാജ്യമാണ്. 450ഓളം ഭാഷകളുള്ള നമ്മുടെ ഇന്ത്യ, അതിൽ നിന്ന്, ആ കണക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ രാജ്യം എത്രത്തോളം വൈവിധ്യപൂർണമാണ് എന്ന്. നമ്മുടെ സഞ്ചാരത്തിലും നമ്മുടെ യാത്രകളിലും ഒക്കെ മനസ്സിലാവുന്നത് ഇത്രത്തോളം. സാധാരണ പറയാറുണ്ട് ഇന്ത്യ കണ്ടാൽ ലോകം കണ്ടു എന്ന്. അതിനു മാത്രം വൈവിധ്യങ്ങളും സംസ്കാരങ്ങളും ഉള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. എനിക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സാധനം, നമ്മുടെ നാട്ടുകളിൽ ട്രസ്റ്റ് ഷോപ്പുകളെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്. അതായത് ഒരു ഷോപ്പ്, ആ ഷോപ്പിൽ സാധനങ്ങളൊക്കെ ഉണ്ടാകും, അവിടെ നിന്ന് ആർക്കും സാധനങ്ങൾ എടുക്കാം, അതിന് അവിടെ നോക്കാൻ ആളുണ്ടാവില്ല, അവിടെ നിന്നുള്ള എന്തും എടുക്കാം, അതിന് പണം അവിടെ നിക്ഷേപിച്ചാൽ മതി. അതിന് ട്രസ്റ്റ് ഷോപ്പുകൾ എന്ന ഇന്ന് ഈ പുതിയ കാലത്ത് അതിൻ്റെ കോൺസെപ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായി ട്രസ്റ്റ് ഷോപ്പ് കാണുന്നത് ഹിമാചൽ പ്രദേശിലെ ചമ്പ എന്നൊരു സ്ഥലത്ത് നിന്നാണ്. ഏകദേശം ടൗണിൽ നിന്നൊരു 10 കിലോമീറ്റർ മലമുകളിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഒരിക്കൽ അങ്ങോട്ട് പോയപ്പോൾ അവിടെ ഒരു ധാന്യങ്ങളൊക്കെ പൊടിക്കുന്ന ഒരു മില്ല് കാണാൻ പറ്റി. അപ്പോൾ ആ മില്ലിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ അതൊരു ട്രസ്റ്റ് ഷോപ്പാണ്. അവിടെ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നത് ഇലക്ട്രിസിറ്റിയിലല്ല, മറിച്ച് മലമുകളിൽ നിന്നുള്ള വെള്ളം ഈ മില്ലിലേക്ക് വന്ന് അതിൻ്റെ ഫോഴ്സ് കൊണ്ടാണ് ഈ മില്ലിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഉപകരണം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പോയി ആർക്കും എന്തും ഏത് ധാന്യവും പൊടിക്കാം. പക്ഷേ ചെയ്യേണ്ടത് എന്തെന്നാൽ അതിൽ നിന്നും ബാക്കിയാവുന്നൊരു നിശ്ചിത വിഹിതം അതിൻ്റെ ഓണർക്ക് വേണ്ടി അവിടെ വെക്കണം. ഇതൊരു മലമുകളിലുള്ളൊരു ട്രസ്റ്റ് ഷോപ്പ് ഞാൻ 2 വർഷം മുമ്പാണ് കണ്ടത്. ഒരുപാട് വർഷം മുമ്പ് ഇത്തരം ഒരുപാട് കശ്മീർ, ഹിമാചൽ പ്രദേശ് തുടങ്ങി ഈ മലമേഖലകളിൽ, മലയോര മേഖലകളിൽ ഇത്തരം ട്രസ്റ്റ് ഷോപ്പുകളുണ്ട്. ഇത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഒരു സാധനമാണ്. ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് വൈവിധ്യങ്ങൾ കൊണ്ട് നമുക്കൊന്ന് ഊഹിക്കാൻ പോലും സാധിക്കാത്ത എത്രയോ കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ സ്റ്റോറി ചെയ്ത ഒരു ഇതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കശ്മീരിലെ ദാൽ തടാകത്തിൻ്റെ ചെരുവുകളിൽ, ദാൽ തടാകത്തിന് നടുവിലുള്ള ചെറിയ ദ്വീപുകളിൽ ഒക്കെ താമസിക്കുന്ന ആളുകൾ അവരുടെ ആ ദ്വീപിൽ തന്നെ ചെറിയ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്ത് ആ പച്ചക്കറികൾ വിൽക്കാൻ വേണ്ടി കണ്ടെത്തിയ ഒരു മാർഗമാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. അത് കാശ്മീരിലെ ദാൽ തടാകത്തിന് നടുവിൽ നടക്കുന്ന ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് ദാൽ തടാകത്തിലെ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഫ്ലോട്ടിംഗ് വെജിറ്റബിൾ മാർക്കറ്റ് എന്നാണ് പറയാം. രാവിലെ സുബഹിന് മുമ്പ് ആരംഭിച്ച് ഒരു 8 മണിയാകുമ്പോഴേക്ക് അവസാനിക്കുന്ന ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കാണാൻ വല്ലാത്തൊരു ചേലാണ്. അതിങ്ങനെ അവിടെ നാട്ടുകാരിങ്ങനെ വരും. ഒരാളുടെ അടുത്ത് വഴുതനയായിരിക്കും ഉണ്ടാവുക, മറ്റൊരാളുടെ അടുത്ത് വേറെ എന്തെങ്കിലും പച്ചക്കറി ആയിരിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. ഇങ്ങനെ ഒരു മനോഹരമായ കാഴ്ച നമ്മുടെ കശ്മീരിൽ പോയാൽ കാണാം. ഇങ്ങനെ വൈവിധ്യപൂർണമായ ഒട്ടേറെ കാഴ്ചകളുള്ള, വൈവിധ്യപൂർണമായ ഒട്ടേറെ സംസ്കാരങ്ങളുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. ഇനി അവരുടെ ജീവിതത്തിലേക്ക് കടന്നാൽ
പലപ്പോഴും നമ്മൾ കാണുന്ന നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിൽ വളരെയധികം അന്തരമുണ്ട്. ഡൽഹി പോലെ ഒരു സിറ്റിയിൽ നടക്കുന്ന, അല്ലെങ്കിൽ ലക്നൗ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ മെട്രോ നഗരങ്ങളിൽ നടക്കുന്ന കാഴ്ചകളിൽ നിന്ന് ഏറെ ഭിന്നമാണ് ഗ്രാമങ്ങളുടെ കാഴ്ച. ഗ്രാമങ്ങളിൽ, ഒട്ടുമിക്ക ഗ്രാമങ്ങളിലും ജീവിത നിലവാരം വളരെ താഴെയാണ്, വിദ്യാഭ്യാസപരമായി വളരെ പിന്നാക്കമാണ്, ആരോഗ്യപരമായി അതിലേറെ പിന്നാക്കമാണ്. അങ്ങനെ നഗര കാഴ്ചകളിൽ നിന്ന് ഒട്ടേറെ ഭിന്നമായ കാഴ്ചകൾ നമുക്ക് ഈ ഗ്രാമങ്ങളിൽ കാണാൻ പറ്റും. മേവാത്ത് എന്നൊരു, നമ്മുടെ മലബാർ പോലെ മേവാത്ത് എന്നൊരു ഏരിയ ഉണ്ട്. അത് ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ, നമ്മുടെ മലബാർ എന്നത് മലപ്പുറം ജില്ല, കോഴിക്കോട്, കണ്ണൂരൊക്കെ കൂടിയ ഒരു മേഖലയാണല്ലോ മലബാർ. അതുപോലെ ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഹരിയാന, ഇതിൽ നിന്ന് ഓരോ 2 ജില്ലകൾ വീതം കൂടിയ ഒരു സ്ഥലത്തെയാണ് മേവാത്ത് എന്ന് പറയുന്നത്. അവിടെ ഒരു രാജവംശമൊക്കെ ഉണ്ടായിരുന്നു. ഈ മേവാത്തിൽ ഞാൻ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, മുഗളന്മാരോട് ഏറ്റുമുട്ടി നിന്ന വിഭാഗമായിരുന്നു മേവാത്തികൾ എന്നാണ്. മേവാത്തികളെ കുറിച്ച് പറയുന്നത്, അവരുടെ കയ്യിൽ ധാന്യമുണ്ടായിരുന്നു, അവർ കർഷകരായിരുന്നു, അവരുടെ കൈവശം ഗോതമ്പുണ്ട്, അരിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാജാക്കന്മാർക്ക് ആവശ്യമുള്ളത്, അവരുടെ പ്രജകൾക്ക് ആവശ്യമുള്ളത്, ഈ ധാന്യങ്ങളൊക്കെ ഉള്ളത് ആരുടെ കയ്യിലാണ്? മേവാത്തികളുടെ കയ്യിലാണ്. അപ്പോൾ അവരോട് വരെ ഏറ്റുമുട്ടി നിന്ന, ഞങ്ങൾ ധാന്യം തരില്ല, നിങ്ങളുടെ പരിഷ്കാരങ്ങൾ ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞ ആളുകളായിരുന്നു മേവാത്തികൾ. പക്ഷേ പരിഷ്കാരങ്ങൾ സ്വീകരിക്കാത്തത് കൊണ്ടും പുതിയ കാലത്തോട് അവർ പോസിറ്റീവായി സമീപിക്കാത്തത് കൊണ്ടും ഇപ്പോഴത്തെ സാക്ഷരത എന്ന് പറയുന്നത് മേവാത്തിൽ 54%. സ്ത്രീ സാക്ഷരത എന്ന് പറയുന്നത് 24%. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ മേഖലകളിലെ വിദ്യാഭ്യാസപരമായ പിന്നാക്കാവസ്ഥ. നമ്മുടെ നാട്, നമ്മുടെ കേരളേതര സംസ്ഥാനങ്ങൾ, നിങ്ങൾ എവിടെ സഞ്ചരിച്ചാലും ഗ്രാമങ്ങളുടെ ഏകദേശം എല്ലാ ഗ്രാമങ്ങളുടെയും അവസ്ഥ, ജീവിത നിലവാരമായാലും സാമ്പത്തികമായാലും വളരെ പിന്നാക്കമാണ് എന്നതാണ്. നമ്മുടെ കേരളത്തിന് അങ്ങനെ ഒരു മെറിറ്റ് ഉണ്ടായത്, കേരളത്തിൽ ജീവിത നിലവാരം ഉയർന്നത് നമ്മുടെ പ്രവാസത്തിലൂടെയൊക്കെ നമുക്ക് സാധ്യമായതാണ്. ഒരിക്കൽ വെസ്റ്റ് ബംഗാളിലെ ഒരു ഗ്രാമത്തിൽ പോയപ്പോൾ വളരെ വലിയൊരു വീട് കണ്ടു. ആ വീട് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, നല്ല വീടാണല്ലോ, ഗ്രാമത്തിൽ ഇങ്ങനെയൊക്കെ വീടുകളുണ്ടോ? ഒരു റൂമിൽ AC പോലും ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം കേരളത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ കേരളത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് വെസ്റ്റ് ബംഗാളിൽ AC ഉള്ള വീടുണ്ടാക്കാമെങ്കിൽ, പ്രവാസത്തിൽ നിന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് നമ്മൾ കേരളത്തിൽ മാറ്റമുണ്ടായത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ളൊരു മാറ്റം ഇത്തരം ഗ്രാമങ്ങളിൽ സംഭവിക്കാത്തത് കൊണ്ട് തന്നെ ഈ ജീവിത നിലവാരമായിട്ട് വളരെ പിന്നാക്കത്തിലാണ് നമ്മുടെ ഗ്രാമങ്ങളെല്ലാം സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് സമൂഹമാണെങ്കിലും ഈ മുന്നേറ്റത്തിൽ പ്രധാനമായൊരു ഘടകം സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസം എന്നുള്ളതാണല്ലോ. ഇപ്പോൾ നമ്മൾ ഈ പറയപ്പെടുന്ന സംസ്ഥാനങ്ങളിലൂടെയൊക്കെയുള്ള യാത്രകളിൽ പലപ്പോഴും ഈ വിദ്യാഭ്യാസ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് ഒക്കെ നമ്മൾ ബന്ധപ്പെടേണ്ടി വരാറുണ്ടല്ലോ. അപ്പോൾ ഇതിൽ അങ്ങനെ വിദ്യാഭ്യാസം എന്ന രൂപത്തിൽ നോക്കുന്നിടത്ത് ഈ ഒരു പറിച്ചു നടൽ നമുക്ക് പ്രതീക്ഷിക്കാൻ വലിയ പ്രതീക്ഷകൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന വലിയ അനുഭവങ്ങളും നമുക്കിതിനകത്തുണ്ടായോ? യാത്രയിൽ ഇപ്പോൾ പലപ്പോഴും പ്രത്യേകിച്ച് പല NGOകൾ വ്യത്യസ്ത സംവിധാനങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിൽ നിന്നുള്ളവരും പ്രവർത്തിക്കുന്നുണ്ട്. നേരത്തെ തന്നെയും അവിടെ പല രൂപത്തിലുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഈ അടുത്ത കാലത്തായിട്ട് കഴിഞ്ഞൊരു 10-15 വർഷങ്ങൾ ഇങ്ങോട്ട് നോക്കുന്നിടത്ത് ഇപ്പോൾ സംസ്ഥാന ദേശീയ സർക്കാരുകളുടെ, കേന്ദ്ര സർക്കാരുകളുടെ ഊന്നൽ ഈ രംഗത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇതിൻ്റെയൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ നമ്മുടെ നാട്ടിലെ സർക്കാർ സ്കൂളുകൾ, അതുപോലെ പ്രൈവറ്റ് സ്കൂളുകൾ, അത് സ്കൂളിലേക്ക് വിടുന്ന കുടുംബത്തിൻ്റെ മനോഭാവം, ആ രൂപത്തിൽ നമുക്ക് വല്ല പ്രതീക്ഷിക്കാവുന്ന മട്ടിൽ വല്ലതും നമുക്ക് അനുഭവപ്പെട്ടുണ്ടോ യാത്രക്കിടയിൽ? ഗ്രാമങ്ങളിലെ വിദ്യാഭ്യാസപരമായ കാര്യം നോക്കുമ്പോൾ, ഈ അടുത്താണ് ഞാൻ ഹരിയാനയിലെ ആന്തേക്ക ഒരു ഗ്രാമത്തിൽ പോയത്. അവിടെ ഒരു സ്കൂളുണ്ട്.
ആ സ്കൂളിൽ അധ്യാപകർ സാലറി വാങ്ങുന്നുണ്ട്, പക്ഷേ സ്കൂൾ എന്ന സംവിധാനം അവിടെ ഇല്ല. നമുക്ക് പറഞ്ഞാൽ ഒരു പക്ഷേ വിശ്വാസം വരില്ല. ഉത്തരേന്ത്യയിലെ ഒട്ടുമിക്ക ഗ്രാമങ്ങളിലെയും സ്കൂളുകൾ ഇപ്പോഴും നിലത്തിരുന്ന് പഠിക്കുന്ന സ്കൂളുകളാണ്. ഒരു സ്കൂളിൽ പ്രാഥമികമായി വേണ്ട ബെഞ്ച്, ഡെസ്ക്, കാര്യങ്ങൾ, എന്തിനൊരു നല്ല ബോർഡ്, ഇതൊന്നുമില്ലാതെ നിലത്തിരുന്ന് പഠിക്കുന്ന സ്കൂളുകളാണ് ഉത്തരേന്ത്യയിലെ ഒട്ടുമിക്ക ഗ്രാമങ്ങളിലും ഇപ്പോഴും ഉള്ളത്. നഗരത്തിലെ കാര്യമല്ല പറയുന്നത്. അപ്പോൾ ഈ സ്കൂളുകൾ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് കുട്ടികളെ ആകർഷിക്കുക എന്ന് ഒരിക്കലും ആകർഷിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂൾ സംവിധാനങ്ങൾ, ഡൽഹി ത്വയ്ബ ഹെറിറ്റേജിന് കീഴിലുള്ള സ്കൂൾ സംവിധാനങ്ങൾ വരുമ്പോൾ അവിടേക്ക് കുട്ടികൾ ഒഴുകിയെത്തുന്നത് നല്ല സ്മാർട്ട് ക്ലാസ് റൂമുകളൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. ഇങ്ങനെ വിദ്യാഭ്യാസപരമായി കുട്ടികളെ ആകർഷിക്കാൻ പറ്റുന്ന യാതൊരു ഘടകവും ഇത്തരം ഗ്രാമങ്ങളിൽ തീരെയില്ല എന്നതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസപരമായി വളരെ പിന്നാക്കത്തിലാണ് ഒക്കെ ഉള്ളത്. പക്ഷെ നമ്മുടെ ത്വയ്ബ ഹെറിറ്റേജിനെ പോലെ മറ്റു NGOകളെ പോലെയുള്ള ആളുകൾ അവിടെ പ്രവർത്തിച്ചതുകൊണ്ട് അവിടെയുള്ള കുട്ടികൾ, ഇപ്പോൾ നമുക്ക് ഫുഡ് ഓൺ വീൽസ് എന്നൊരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഫുഡ് ഓൺ വീൽസ് എന്ന പ്രോജക്റ്റിൽ ഇത്തരം പാവപ്പെട്ട ഏരിയകളിൽ നമ്മൾ ഭക്ഷണം വിതരണം ചെയ്ത് അതിൽ നിന്ന് സ്കൂളിൽ പോകാത്ത കുട്ടികളെ കണ്ടെത്തി അവരെ സ്കൂളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം. അപ്പോൾ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ ആകർഷണമായി വെക്കുന്നത് ബിരിയാണിയാണ്. നമ്മുടെ നാട്ടിൽ ഉച്ചഭക്ഷണം സർക്കാർ സ്കൂളിൽ കൊടുക്കുന്നത് പോലെ നമ്മളൊരു ബിരിയാണി തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കുട്ടികൾ ഈ ബിരിയാണിയിൽ ആകർഷകരായി ബിരിയാണി വാങ്ങാൻ വരുന്നു. അങ്ങനെ വന്ന് ആ കുട്ടികളെ നമ്മളെ സമീപത്തുള്ള സർക്കാർ സ്കൂളുകളിൽ ചേർക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അങ്ങനെ ചില സ്കൂളുകളിൽ നമുക്ക് ചേർക്കാൻ പറ്റാത്ത അത്തരം ദയനീയമായ സ്കൂളുകളുള്ള സ്ഥലത്ത് 2 സ്ഥലങ്ങളിൽ ഞങ്ങൾ ഫുഡ് ഓൺ വീൽസ് ലൈഫ് സ്കൂൾ എന്നൊരു പ്രോജക്റ്റ് ആരംഭിച്ച് ഇപ്പോൾ 2 സ്കൂളുകൾ അതിന് കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പേര് തന്നെ ഫുഡ് ഓൺ വീൽസ് ലൈഫ് സ്കൂൾ എന്നാണ്. ഒന്ന് ഹരിയാനയിലും ഒന്ന് ഡൽഹിയിലെ ഷെറം വിഹാറിലുമാണ് ഈ 2 സ്കൂളുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാറ്റമുണ്ടായോ എന്ന് ചോദിച്ചാൽ, നല്ല ഭക്ഷണം ലഭിക്കുന്നത് കൊണ്ട്, രാവിലെ നല്ല മുട്ടയും പാലും ഒക്കെ ലഭിക്കുന്നത് കൊണ്ട് ഞായറാഴ്ചകളിൽ പോലും കുട്ടികൾ സ്കൂളിൽ വരാൻ താല്പര്യമുള്ള രീതിയിലേക്ക് മാറ്റാൻ സാധിച്ചു. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇത്തരം മേഖലകളിൽ വിദ്യാഭ്യാസപരമായി വളരെ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതിൽ പ്രതീക്ഷയുണ്ട്. നമ്മളത് അനുഭവിച്ചവരുമാണ്. ഞാൻ ധൻബാദിൽ യാത്ര ചെയ്ത സമയത്ത് അവിടെ ഈ കൽക്കരി മേഖലയിൽ ബാലവേലയുണ്ടെന്നുള്ളൊരു വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരെ അവിടുത്തെ ജില്ലാ കളക്ടറേറ്റ് ഓഫീസിൽ ഇതിന് ഓഫീസറെ കണ്ടു. ഓഫീസർ പറഞ്ഞത് അങ്ങനൊരു സംഭവം ഇപ്പോൾ ധൻബാദിലില്ല, അതൊക്കെ പഴയ കാര്യമാണ്. ഇപ്പോൾ ഒറ്റ കുട്ടികളും ഖനി പണിക്ക് പോകുന്നില്ല. ഖനി പണി എന്ന് പറഞ്ഞാൽ ഇത് അടർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. കുഴി കുഴിച്ച് ഇന്ന് അടർത്തിയെടുക്കണം. ഈ അടർത്തിയെടുത്ത കൽക്കരി നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അത് കൊണ്ടുപോയി ചുടണം. അത് കഴിഞ്ഞാലാണ് അത് ഉപയോഗിക്കാൻ പറ്റുന്ന കോക്കിംഗ്, സാധാരണ നമ്മൾ കോളായി മാറുന്നത്. അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞ നിലയ്ക്ക് ഞാൻ എൻ്റെ കൂട്ടുകാരനുണ്ടായിരുന്നു ബിവിൻ. അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊക്കെ നുണയാണ്, നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കൽക്കരി മേഖല എന്ന് പറയുന്നത് തന്നെ ഇന്ത്യയിലെ ഏറ്റവും ഭീകരമായ മാഫിയ നിലനിൽക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ വസേപ്പൂർ, ഗാങ്സ് ഓഫ് വസേപ്പൂർ സിനിമ കണ്ടവർക്കൊക്കെ അത് മനസ്സിലാവും. ഈ വസേപ്പൂർ നിന്ന് വളരെ കുറഞ്ഞ കിലോമീറ്ററുള്ളൂ ഞാൻ നിൽക്കുന്ന സ്ഥലം. ആ മേഖലയിലേക്ക് അവരനുമതിയില്ലാതെ അവരറിവില്ലാതെ ആർക്കും പോകാൻ കഴിയില്ല. അപ്പോൾ ഞങ്ങൾ അതിരാവിലെ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. അപ്പോൾ തുടക്കത്തിലൊന്നും ഒരു കുട്ടികളെയും എവിടെയും കണ്ടില്ല. കുറച്ചകത്തേക്ക് പോയി നോക്കുമ്പോൾ കുട്ടികളെ കാണുന്നുണ്ട്. അവർ ഞങ്ങളെ കണ്ട വഴിക്ക് തലയിൽ കൊട്ടയൊക്കെ വെച്ചിട്ട് എവിടെയും മറിഞ്ഞ് നിൽക്കുകയാണ്. പക്ഷെ നമുക്ക് ഒരു കുട്ടിയെ, 1-2 കുട്ടിയെ ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം എന്ന് അന്വേഷിക്കുമ്പോൾ ഈ കുട്ടികൾ ഒരു വരുമാന മാർഗ്ഗമാണ്. കുട്ടികൾ ഇത് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ നേരെ ഒരു സ്കൂളിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും കൽക്കരി ചുടുന്നു. സത്യത്തിൽ ബാലവേല നിയമം കൊണ്ട് ഇരട്ടി കഷ്ടപ്പാടുണ്ടായത് കുട്ടികൾക്കാണ്. കാരണം രാവിലെ ജോലിക്ക് പോകണം, പിന്നെ സ്കൂളിൽ പോകണം,
തിരിച്ചു വന്നാൽ വീണ്ടും ജോലി എന്ന അവസ്ഥയിലേക്ക് മാറുകയാണ് അത് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനിപ്പോൾ അങ്ങനെ പഠിക്കാൻ വിടണം എന്നൊരു ധാരണ, അതുകൊണ്ട് മാത്രമേ ഇനി രക്ഷയുള്ളൂ എന്നൊരു ധാരണ പരക്കെ വന്നിട്ടുണ്ട്. കാരണം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമുക്കതറിയാം. മാത്രമല്ല കുട്ടികൾ ഇത്ര ക്ഷീണിച്ച് വരികയാണെങ്കിൽ തന്നെ അവിടുത്തെ ആക്ടിവിറ്റിയിൽ അവർ വളരെ എൻഗേജ്ഡാണ്. അവർ ഈ സ്കൂളിൽ വരുമ്പോഴാണ് കുട്ടികൾ ചിരിക്കുന്നതും അവർ ഇടപെടലൊക്കെ കണ്ടാൽ നമുക്കറിയാം വളരെ സന്തോഷത്തിലാണ് സ്കൂളിൽ വരുന്നത്. അപ്പോൾ അവിടുത്തെ മാഷുമാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അവസ്ഥകൾ മാറി മാറി വരികയാണ്. പണ്ട് പിടിച്ചു വലിച്ചൊക്കെ കൊണ്ടുവരേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അവരതിലൊരു രസം കണ്ടു. അവർ വഴി വീട്ടിലേക്ക് വരുമാനം കിട്ടുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അംഗീകാരം കിട്ടുമ്പോൾ കുട്ടികളൊന്നും പഠനത്തെക്കാൾ ജോലിക്ക് പോകാനാണ് താല്പര്യം കാണിക്കുന്നത്. ഇതൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ കുടുംബം എങ്ങനെ ജീവിക്കും എന്നുള്ളതാണ്. അതിനെ കണ്ട വഴിയാണ് അതിരാവിലെ പോയി ഓവർ ടൈം ജോലി ചെയ്യുന്ന കുട്ടികൾ. പക്ഷേ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാറുന്നുണ്ട്. ചിലപ്പോൾ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കാം, സിനിമ വഴിയായിരിക്കാം, പലതും കൊണ്ടും കുട്ടികൾ പഠിക്കണം എന്നൊരവസ്ഥ ഉണ്ട്. പക്ഷെ അത് എത്ര എന്നുള്ളത് അറിയില്ല. അതിലേക്ക് കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യമായി സ്കൂളുകളൊക്കെ ആരംഭിച്ച സമയത്ത് നമ്മൾ പ്രധാനമായും നേരിട്ടൊരു പ്രശ്നം വിളവെടുപ്പ് സമയത്ത് കുട്ടികൾ സ്കൂളിൽ വരില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തക്കാളി വിളവെടുക്കുന്ന സമയത്ത്, ഗോതമ്പ് വിളവെടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കടുക് വിളവെടുക്കുന്ന സമയത്തൊന്നും കുട്ടികൾ സ്കൂളിലുണ്ടാവില്ല. അപ്പോൾ ഓരോ കൃഷിയും ഓരോ സീസണാണ്. വിളവെടുപ്പ് കുറച്ച് കാലം നീണ്ടെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഒട്ടുമിക്ക സമയങ്ങളിലും കുട്ടികൾ സ്കൂളിൽ വരില്ല. കാരണം അവർക്ക് ഒരു 10 രൂപ അല്ലെങ്കിൽ 100 രൂപ ഒരു ദിവസം സ്കൂളിൽ പോയാൽ കിട്ടും, അല്ല കൃഷിയിടത്ത് പോയാൽ കിട്ടും. പിന്നെ എന്തിനാ അവർ സ്കൂളിൽ പോകണം? ഇങ്ങനെ ഒരു പ്രധാനമായും ഞങ്ങൾ 2 വർഷം മുമ്പ് ഒക്കെ നേരിട്ടിരുന്ന വളരെ വലിയ പ്രശ്നമായിരുന്നു. നമ്മളൊരു ഗസ്റ്റിനൊക്കെ കണ്ട് ചിലപ്പോൾ സ്കൂൾ കാണിക്കാൻ പോകുമായിരിക്കും, പക്ഷേ സ്കൂളിൽ എന്തുണ്ടാവില്ല, കുട്ടികളുണ്ടാവില്ല, തക്കാളി വിളവെടുക്കാൻ പോയിട്ടുണ്ടാവും. പക്ഷെ പതിയെ മാറ്റങ്ങൾ വന്നു തുടങ്ങി. അതൊരു പ്രതീക്ഷയാണ് തീർച്ചയായിട്ടും. വീട്ടുകാരൻ അങ്ങനെ ചോദിക്കാറില്ല, ഈ വീട്ടിൽ വരെ ജോലിക്ക് വിടാന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ദിവസം ഇത്ര രൂപ കിട്ടുന്നുണ്ട്, സ്കൂളിലേക്ക് വിടാന്നുണ്ടെങ്കിൽ എന്താ കിട്ടുക, ആരെങ്കിലും ക്യാഷ്? അങ്ങനെ ചോദിക്കാറുണ്ട്. ഞങ്ങൾ മധുരയിലൊരു ഉത്തർപ്രദേശിലെ മധുരയിലൊരു സ്കൂള് സംവിധാനം തുടങ്ങിയപ്പോൾ അപ്പോൾ അവിടെ നമ്മൾ ആദ്യം ഒരു വാല്യൂ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഫീസ് മാസത്തിൽ 100 രൂപ എന്ന തോതിൽ കുട്ടികൾക്ക് വെച്ചു. അങ്ങനെ കുട്ടികൾ സ്കൂളിൽ വരാതായി, ഫീസ് തരാതായി, ആ സംവിധാനങ്ങൾ ഒഴിവാക്കി. പക്ഷേ അപ്പോൾ രക്ഷിതാക്കൾ ചോദിക്കുകയാണ്, സ്കൂളിൽ വന്നാൽ 100 രൂപ ഞങ്ങൾ അങ്ങോട്ട് തരണം, പക്ഷേ കൃഷിയിടത്ത് പോയാൽ 100 രൂപ ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ ഏതാണ് ലാഭം? അപ്പോൾ അതൊരു സ്വാഭാവികമായ, ഇപ്പോൾ ഏറ്റവും രസകരമായ ഇത് ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. ഞാൻ പറഞ്ഞത് നേരത്തെ മേവാത്തികൾ ഇവരോട് കിടപിടിക്കുന്ന രീതിയിൽ ഉള്ള ഒരു ടീമായിരുന്നു. പക്ഷേ അവർ അപ്ഡേഷന് തയ്യാറാകാത്തത് കൊണ്ട് ഇപ്പോഴും അവരുടെ കൈവശം ഗോതമ്പും അരിയും മാത്രമേ ഉള്ളൂ എന്നതാണ് അതിൻ്റെ ഒരു അനന്തര ഫലമുണ്ടായത്. ജീവിത നിലവാരത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ട്രാഫിക് നിയമങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് സ്ട്രിക്ട്ലി ആയിട്ട് വരുന്നൊരു സമയത്ത്, ഞാനൊരു 2 വർഷം മുമ്പ് ഉത്തർപ്രദേശിലെ പിലിഭിത്തിലൂടെ അങ്ങനെ യാത്ര ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ അവിടെയുള്ളൊരു സുഹൃത്ത് ആണ് ഡ്രൈവ് ചെയ്യുന്നത്, ആ നാട്ടുകാരനാണ്, ഞാൻ ഇപ്പുറത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ സീറ്റ് ബെൽറ്റ് സാധാരണ ധരിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ട, പോലീസ് പിടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കതിൻ്റെ സംഗതി മനസ്സിലായില്ല. ഞാൻ സീറ്റ് ബെൽറ്റ് ധരിച്ച് തന്നെ പോയി. കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ പോലീസ് കൈ കാണിച്ചു. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങൾ അവിടുന്ന് പോന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് സീറ്റ് ബെൽറ്റ് ഇട്ടത് കൊണ്ട് പോലീസ് പിടിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇട്ടത് കൊണ്ട് മനസ്സിലായി ഈ നാട്ടുകാരനല്ല എന്ന്, അതുകൊണ്ടാണ് അദ്ദേഹം കൈ കാണിച്ചത്. അപ്പോൾ നിങ്ങളിരുന്ന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാവും അവർ. അപ്പോൾ ഈ ഒരു ജീവിത രീതി ഉയർന്ന തലത്തിലേക്ക് ചിന്തിക്കാത്ത, അത് അങ്ങനെ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ സിസ്റ്റവും സംവിധാനങ്ങളും എല്ലാം ആ രീതിയിൽ മാറി എന്നതാണ്. ഈ ജീവിത നിലവാരം പറയുന്നിടത്ത് തന്നെ സമൂഹത്തിൽ ഇങ്ങനൊരു മാറ്റം കൊണ്ടുവരണം എന്ന രൂപത്തിൽ ഒരു സർക്കാർ സംവിധാനങ്ങളോ അല്ലെങ്കിൽ സമൂഹം അനാഥരാണ്, ഇവരെ ഈ പുരോഗതിയിലേക്ക് എത്തിക്കേണ്ടത് ഞങ്ങളുടെ കൂടെ ഉത്തരവാദിത്തമെന്ന് മനസ്സിലാക്കാത്ത ഒരു സർക്കാർ സംവിധാനങ്ങൾ ഇത്ര തന്നെ വ്യാപകമായിട്ട് ചലിക്കുന്നത് കൊണ്ടാണോ ഇന്ത്യയുടെ ഗ്രാമാന്തരങ്ങളിൽ ആളുകൾ കൃത്യമായിട്ട് ചൂഷണം ചെയ്യപ്പെടുന്നത്? സാധാരണ ഖനിയുമായി ബന്ധപ്പെട്ട സമയത്തും അതുപോലെ 1-2 മറ്റു യാത്രകളൊക്കെ ഉണ്ടല്ലോ. ചൂഷണത്തിൻ്റെ കാര്യം പറയുമ്പോഴേ
വല്ലാതെ ഒരു സ്പർശിച്ച ഒരു കാര്യമാണ് ഈ യു പിയിലൊരു യാത്രയുടെ അനുഭവം പറയാം. അത് സോൻഭദ്ര എന്നൊരു സ്ഥലമാണ്. റോബർട്ട്സ്ഗഞ്ച് എന്ന ജില്ലയിൽപ്പെട്ട സ്ഥലമാണ്. അതായത് ഏകദേശം വാരാണസിക്ക് മുകളിലായിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ ഒരു കൂട്ടക്കൊല നടന്നു. അതായത് ഗോണ്ട് എന്ന വിഭാഗം, ഏറ്റവും പ്രധാനപ്പെട്ട ഗോത്ര വിഭാഗമാണ് ഗോണ്ടുകൾ. അവിടെ നിന്ന് നേപ്പാൾ തൊട്ട് ഏകദേശം ആന്ധ്രാപ്രദേശ് വരെ അവർ എത്തിയിട്ടുള്ള ദ്രാവിഡ ഇതൊക്കെ അതിൻ്റെ ഭാഷയൊക്കെ തന്നെ കലർപ്പുള്ള ആളുകളാണ് ഗോണ്ടുകൾ. അങ്ങനെ 10 ഗോണ്ടുകളെ അവിടുത്തെ ഒരു ജന്മിയും മകനും ചേർന്ന് വെടിവെച്ച് കൊന്നു. നമ്മൾ പറയില്ലേ, ചോദിക്കാനും പറയാനും ആരുമില്ലേ എന്ന് ചോദിക്കില്ല നമ്മൾ. സത്യത്തിൽ അങ്ങനെയൊന്നുമില്ല. അവിടെ ഒരു ഭൂമി തർക്കമാണ്. അവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഭൂനിയമം വന്നിട്ട്, ഭൂപരിഷ്കരണം എന്ന് പറയാൻ വരിക, ഭൂനിയമം വന്നിട്ട് മിച്ച ഭൂമി ട്രസ്റ്റുകളുടെ പേരിലാക്കിയിട്ട് കൃഷി ചെയ്യാൻ ആദിവാസികൾ അവർക്ക് വിട്ടുകൊടുത്തു. വർഷങ്ങളായിട്ട് അവർ അത് കൃഷി ചെയ്യുന്നു. പക്ഷേ യോഗി ആദിത്യനാഥ് വന്നതിന് ശേഷം ഉണ്ടായ ചില മാറ്റങ്ങൾ, അതാണ് സ്വാധീനിക്കപ്പെട്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ യോഗ്യനാഥ് എന്ന് പറഞ്ഞ ഒരു ജന്മിയുണ്ട്, ജന്മിയുടെ മകനുണ്ട്. അവർ ഈ ട്രസ്റ്റിൻ്റെ ഭൂമിയിൽ അവകാശം ഉന്നയിച്ചു. സ്വാഭാവികം ഇവരും തർക്കത്തിലായി. അങ്ങനെ തർക്കങ്ങൾ നടക്കുകയാണ്. അത് എൻ്റെ ഭൂമിയാണെന്ന് അയാൾ അവകാശപ്പെടുന്നു. ഇവർ പറയുന്നത് ട്രസ്റ്റിൻ്റെ കീഴിലാണെന്ന്. ട്രസ്റ്റിൻ്റെ കീഴിലാണെന്നുള്ള രേഖകളുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, സിസ്റ്റം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളായി പറയുന്നത്. പോലീസും സിസ്റ്റം കോടതിയും എല്ലാം ഉണ്ടായിട്ടാണ് പറഞ്ഞത്. ഇതൊക്കെ അവർക്ക് അനുകൂലമായ കോടതി വിധികളുണ്ട്. അത് നിരന്തരം അത് പലതവണ ആർഗ്യൂ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. എന്നിട്ടും പോലീസിനും അറിയാം ഇത് അവരുടെ സ്ഥലമാണ്. പക്ഷെ ഇയാളൊരു ദിവസം തോക്കുമായി വന്നിട്ട് പരക്കെ വെടിവെച്ചു. സ്ത്രീകളടക്കം 10 പേര് കൊല്ലപ്പെട്ടു. അപ്പോൾ രക്ഷപ്പെടാൻ, അതാണ് ഏറ്റവും ക്രൂരത. ഈ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവർ പാടത്തിൻ്റെ അടുത്തൊരു കലുങ്കുണ്ട്, അതിൻ്റെ ഹോളിൽ കയറി ഇരുന്നു. അപ്പോൾ മകൻ ഒരു വടിയെടുത്തിട്ട് കുത്തി, ഈ കലുങ്കിൻ്റെ ഇങ്ങേ സൈഡ് കുത്തി. അപ്പോൾ കുത്തേറ്റിട്ട് ആളുകൾ ചാടി വരുന്നവരെ വെടിവെച്ച് കൊല്ലായിരുന്നു, പച്ചയ്ക്ക് കൊല്ലായിരുന്നു. അതാണ് സോൻഭദ്ര കൂട്ടക്കൊല എന്ന് പറഞ്ഞാൽ. അന്ന് ചർച്ച ചെയ്തു. അന്ന് ശരിക്കും നാഷണൽ ചാനൽസിലൊക്കെ കാണിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ അവിടെ ഈ ഗോണ്ട് വിഭാഗത്തിൽപ്പെട്ട ആരോ എടുത്ത മൊബൈൽ എടുത്ത വിഷ്വലാണ്. അവിടെ ഒരു മീഡിയയും കടത്തിവിടുന്നില്ല. അന്ന് എന്നൊക്കെ പറയുമ്പോൾ എത്ര കാലം? ഇത് 2019 ജസ്റ്റ്. എന്നിട്ട് ഇത് വലിയ വിഷയമായി. രാഹുൽ ഗാന്ധി ഇടപെടുന്നു, പ്രിയങ്ക ഗാന്ധി വരുന്നു. ഇവരെ ലക്നൗ വിട്ട് അങ്ങോട്ട് പോകാൻ യോഗി സർക്കാർ സമ്മതിച്ചില്ല. ഒരു പുറത്തുനിന്ന് വന്ന ഒരു മീഡിയ ഞങ്ങളാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തോടെ കുറേ ജീപ്പുകൾ വരുന്നു. സത്യം പറഞ്ഞാൽ വിറച്ചുപോയി. കാരണം സ്ഥലം അങ്ങനത്തെ സ്ഥലമാണ്. അപ്പോൾ അതിങ്ങനെ അടുത്ത് വരികയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും പ്രശ്നമായി. അപ്പോൾ ക്യാമറമാനോട് പറഞ്ഞു, ഉള്ളത് ഷൂട്ട് ചെയ്തോ, എൻ്റെ കാർഡ് ഞാൻ വാങ്ങിച്ചു വെച്ചു, കുറച്ചെങ്കിലും വിഷ്വല് കയ്യിൽ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. ഉറപ്പായിട്ടും അടി കിട്ടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ വന്നത് വസ്തുതാന്വേഷണ കമ്മിറ്റിയുടെ ആളുകളായിരുന്നു. അങ്ങനൊരു സംവിധാനം അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ. പക്ഷെ അതിൽ വന്ന ആളുകൾ മുഴുവൻ രാജ്യദ്രോഹികളാന്ന് പറഞ്ഞ് പിന്നെ ഇതേ യോഗി സർക്കാർ പോസ്റ്റർ അടിച്ച് ലക്നൌവിലും എല്ലായിടത്തും ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് ആ കേസ് എവിടെ എത്തിയെന്ന് അറിയില്ല, എവിടെ എത്താൻ വഴിയില്ല. കാരണം ഈ സോൻഭദ്ര ജില്ലയിൽ, റോബർട്ട്സ്ഗഞ്ച് ജില്ലയിൽ വനഭൂമി ഏകദേശം 3 ലക്ഷത്തോളം വനഭൂമി ഉദ്യോഗസ്ഥരും പോലീസുകാരും കോടതി
ജഡ്ജിമാരും ഒക്കെ ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഉൾപ്പെടെയുള്ള സംഘം തട്ടിയെടുത്തിട്ടുണ്ട് എന്ന് ജെയിൻ എന്ന് പറഞ്ഞ ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് കൊടുത്തു. റിപ്പോർട്ട് കൊടുത്ത് പിറ്റേ ആഴ്ച അയാളെ ട്രാൻസ്ഫർ ചെയ്തു. എനിക്ക് തോന്നുന്നു ഡൽഹി ഭാഗത്തേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത്. പക്ഷേ 2 ദിവസത്തിനുള്ളിൽ അയാളുടെ കാറ് അപകടത്തിൽ പെടുകയും അയാൾ മരിക്കുകയും ചെയ്തു. ആ റിപ്പോർട്ട് ഇപ്പോഴും ഉണ്ട്. ഇത് ഈ ഭൂമി മുഴുവൻ ഈ ഭൂനിയമത്തിൻ്റെ ചില ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചിട്ട് ഇവർ തട്ടിയെടുക്കുക, ട്രസ്റ്റാക്കി എടുക്കുകയാണ്. ട്രസ്റ്റാക്കി എടുത്താൽ സ്വകാര്യ ഭൂമിയാക്കി മാറ്റാണ്. എന്തുകൊണ്ട് ഇപ്പോൾ അത് സംഭവിക്കുന്നു പറഞ്ഞാൽ, യോഗി സർക്കാർ വരുന്നതിന് മുമ്പ് ഇത്ര ധൈര്യം ഉണ്ടായിരുന്നില്ല. യോഗി സർക്കാർ ജന്മിമാരുടെ കൂടെയാണ്, സവർണതയാണ് അവരുടെ മുഖമുദ്ര. മാത്രമല്ല വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ, അവരോട് സംസാരിച്ച് മനസ്സിലാക്കിയതാണ് ഈ ഏരിയ മുഴുവൻ നക്സലൈറ്റ് ഏരിയ ആയിരുന്നു. പൊതുവിൽ യോഗി സർക്കാർ വന്നതിന് ശേഷം പ്രചരണം അനുസരിച്ച് സംസ്ഥാനത്തെ ഗുണ്ടായിസം പല ടീമുകളെയും നിഷ്കരണം അവർ വധിച്ചു, അങ്ങനെ ഇല്ലാതാക്കി എന്നൊക്കെയാണ് അവകാശങ്ങൾ. പക്ഷെ ഗ്രൗണ്ട് അങ്ങനെയല്ല എന്നുള്ളതാണ് തോന്നുന്നത്. അതെങ്ങനെ പറ്റും? ആൾ തന്നെ ഒരു ഗുണ്ടയാണെന്നാണ് അറിയപ്പെടുന്നത്. യോഗിയെ കുറിച്ച് തന്നെ പറയുന്നത് ആളുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഗുണ്ടയാണെന്നാണ്. അത് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. ഇവർ ഒരു വിഭാഗം ആളുകളെ വേണമെങ്കിൽ തടയാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ പിടികൂടാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇവർക്ക് അത്തരം ഒരു സംവിധാനം ഇല്ലാതെ ഭരണം മുന്നോട്ട് പോവില്ല. ഇവരുടേതായ സ്വന്തം ഗുണ്ടകൾ ഉണ്ടാക്കുന്നല്ലാതെ ഏതൊരു വിഭാഗത്തെ അവസാനിപ്പിക്കലായിരിക്കും നടക്കുന്നത്. അതിൽ തന്നെ ന്യൂനപക്ഷ സമുദായങ്ങളെ, ദളിത് ആളുകളെയാണ് ഏറ്റവും കൂടുതൽ അവർ തേടി പിടിക്കുന്നതും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രാജ്യത്ത് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ സുരക്ഷ വലിയൊരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് തന്നെയാണോ ഇത്തരം അനുഭവങ്ങൾ മനസ്സിലാകുന്നത്? ബീഹാറിൽ പോയപ്പോഴാണ് അതിൻ്റെ ഒരു രസകരമെന്ന് പറയാൻ പറ്റില്ല. അവിടെ കുട്ടികൾ മസ്തിഷ്ക ജ്വരം ബാധിച്ച് 200ഓളം കുട്ടികൾ മരിച്ച സംഭവം പറ്റി ഞാൻ അന്വേഷിക്കാൻ പോയതാണ്. അപ്പോൾ ഒരു ശിശുരോഗ വിദഗ്ധനെ കാണണം. ശിശുരോഗ വിദഗ്ധനെ കാണാൻ പോയപ്പോൾ അവിടെ ഏറ്റവും തിരക്കുള്ള ഡോക്ടറാണ്. 1-2 ഡോക്ടർമാരേ ഉള്ളൂ. മൊത്തം മുസാഫർപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആകെ 2 ഡോക്ടർമാരേ ഉള്ളൂ. ഒരാളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആൾ ഒരു 3 നില കെട്ടിടമാണ്. അതിൽ നല്ല തിരക്കുണ്ട്. അപ്പം ഞാൻ ഡോക്ടറെ കാണാം. സാധാരണ ഞങ്ങൾ ഒരു ചാനൽ ചെയ്യുമ്പോൾ നമ്മളൊരു സൗണ്ട് ബൈറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ആളെ കാണാം. അത് ചോദിച്ചപ്പോൾ മുമ്പിലിരിക്കുന്ന ആൾ ഒരു ഗുണ്ടെ പോലെ ഒരാൾ, കയ്യിൽ മറ്റേ തോക്കാണ്, യന്ത്രത്തോക്കാണ്. അയാൾ ഞങ്ങളോട് എന്തിനാണ്, ഏതാണ് എന്നൊക്കെ ചോദിച്ച് ഞങ്ങളെ പരിശോധിച്ചതിന് ശേഷമാണ് അങ്ങോട്ട് കടത്തി വിട്ടത്. അതിൻ്റെ അർത്ഥം ഇയാൾക്ക് ഏറ്റവും വരുമാനമുള്ള ആളാണ്. ഈ പൈസയും കൊണ്ട് ആൾ പോകുമ്പോൾ എപ്പോൾ ആണെങ്കിൽ ഇനി അയാൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ആക്രമിക്കപ്പെടാം. അതുകൊണ്ട് സ്വന്തമായിട്ടൊരു തോക്കുള്ള സുരക്ഷാ ഭടനായിട്ടാണ് ഈ ഡോക്ടർ അവിടെ ജീവിക്കുന്നത്. രണ്ടാമത്തെ അനുഭവം, ഞാൻ അവിടെ ബേഗുസരായി എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിച്ചപ്പോൾ എനിക്ക് 2 ദിവസം കൂടി അവിടെ തങ്ങേണ്ടി വന്നു. അപ്പോൾ അവിടെ ഒരു ഹോട്ടൽ, എൻ്റെ കൂട്ടുകാരനുണ്ട് പുഷ്പരാജിൻ്റെ സുഹൃത്തുണ്ട്, സജിത്ത് എന്നാണ് അയാളുടെ പേര്. സജിത്താണ് ഞങ്ങൾക്ക് ഹോട്ടലിൽ താമസിച്ചു, ഭക്ഷണം തന്നു, എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുമായിരുന്നു. അങ്ങനെ ഞാനത് തിരിച്ചു വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു, മറ്റേ നിൻ്റെ കൂട്ടുകാരൻ എങ്ങനെയുണ്ട്, സുഖമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആൾ ചോദിച്ചു, ഏത് സുഹൃത്ത്? ഞാൻ പറഞ്ഞ ഹോട്ടലിൽ നടത്തുന്ന ആളെന്ന് നമ്മളെ ഭയങ്കര ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, അവനെ കാണാനില്ല. ഞാൻ പറഞ്ഞു, കാണാനില്ല എന്നോ? നാട് വിട്ട് പോയതാണോ? നാട് വിട്ട് പോയതല്ല, ബീഹാർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ എന്താ വെച്ചാൽ അവനെന്ത് സംഭവിച്ചു? അവൻ പറഞ്ഞു, ചിലപ്പോൾ കൊന്നുണ്ടാവും. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, ചിലപ്പോൾ കൊന്നിട്ടുണ്ടാവും. അപ്പോൾ എന്താ അങ്ങനെ? അവൻ ഒറ്റ മകനാടാ. അവൻ്റെ ഇളയച്ചന്മാരും അച്ഛൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ നിൽക്കുന്നതാണ്. ഇവനെ കൊന്നു കഴിഞ്ഞാൽ ആ സ്വത്ത് മുഴുവൻ ഇവർക്ക് കിട്ടും. അതാണ് അവിടുത്തെ ക്രൈമിൻ്റെ അവസ്ഥ. അപ്പം ഞാനോട് വീണ്ടും ചോദിച്ചു, ഞങ്ങളുടെ നാട്ടിൽ ചിന്തിക്കാൻ പറ്റില്ല, കാരണം ഉണ്ടാവും, ക്രൈമൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ ഇത്ര ഇതിലൊന്നും ഒരാളെക്കുറിച്ച് കാണാനില്ല എന്ന് വെച്ചാൽ അങ്ങനെയൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ എൻ്റെ സുഹൃത്ത് പുഷ്പരാജ് പറയാം, ഞാൻ എന്തുകൊണ്ടാണ് ബേഗുസരായി വിട്ട്
പാറ്റനയിൽ നിൽക്കണമെന്ന് എനിക്കറിയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറയാറില്ല, നീ ആളൊരു ഫ്രീലാൻസ് ജേർണലിസ്റ്റാണ്, പിന്നെ ഒരു ആക്ടിവിസ്റ്റാണ്, കവിയൊക്കെയാണ്. എൻ്റെ നാട്ടിൽ എൻ്റെ ചേട്ടൻ എൻ്റെ നാട്ടിലൊരു ഗുണ്ടയെ കൊണ്ട് എന്നെ വെടിവെച്ചു. ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടതാണ്. അപ്പോൾ 2 ആൺമക്കളാണ്. ഇവർക്ക് കുറേ 5 കോടി രൂപ വില മതിക്കുന്ന ഭൂമിയുണ്ട് അവിടെ, കൃഷിക്ക് പറ്റിയ ഭൂമിയുണ്ട്. സ്വന്തം ചേട്ടനാണ് ചെയ്തത്. അപ്പോൾ ഞാൻ അവരുടെ നാട്ടിൽ പോയിരുന്നു, അവിടെ താമസിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പം എന്താണ് പ്രശ്നം? ആ ഗുണ്ടയെ വേറൊരു ഗുണ്ട വെടിവെച്ച് കൊന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അത്രയും ക്രൈമാണ്. നമുക്കത് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് ക്രൈമിൻ്റെ ഒരു അവസ്ഥ. ക്രൈമിൻ്റെ കേസിൽ തന്നെ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളൊക്കെ ഊന്നൽ കൊടുക്കുന്നത് കേരളം ഈ ക്രൈം റിപ്പോർട്ടിങ്ങിൽ അല്ലെങ്കിൽ ക്രൈം റേറ്റ് അനുസരിച്ച് കേരളം അല്ലാതെ ലീഡ് ചെയ്യുന്നു. ഈ UP മറ്റു പല സംസ്ഥാനങ്ങൾ ഈ വിഷയത്തിൽ അത്ര തന്നെ നമ്പർ കാണിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു. നമ്പറില്ല. അതിലെനിക്ക് പറയാനുണ്ട്, അത് ജേർണലിസ്റ്റുകളുടെ മാത്രം കുഴപ്പമാണ്. ഇപ്പോൾ ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഞാൻ ഒരു ലോക്കൽ ചാനലിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഇതേ റിപ്പോർട്ട് വന്നു. ക്രൈം റേറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നതാണ് കേരളത്തിൽ കൂടുതൽ. ഞാൻ ചോദിച്ചു, നിൻ്റെ വീട്ടിലൊരു ക്രൈം ഉണ്ടായാൽ നീ എന്ത് ചെയ്യും? നേരെ ഞാനൊരു ഓട്ടോ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി അവരെ വെള്ള കടലാസിൽ എഴുതി കൊടുക്കും. റൈറ്റർ പറയും, ഇങ്ങനെ എഴുതാൻ പറയും, എഴുതി കൊടുക്കും, ഞാൻ പോരും. നീ ഇത് ഒരു UP യിലോ ബീഹാറിലോ ആണെങ്കിൽ ഒരു സ്ത്രീ ഒരാൾ അടിച്ചു, അവരെങ്ങനെയാണ് ഇത് ഡീൽ ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും? അവർക്ക് ഒന്നാമത് പുറത്തിറങ്ങണമെങ്കിൽ ചിലപ്പോൾ ഒരു പുരുഷൻ്റെ കൂട്ട് വേണ്ടി വരും, അല്ലെങ്കിൽ ആരെങ്കിലും മുതിർന്ന ഒരാൾ കൂടെ വേണം. അവർ തയ്യാറായാൽ എന്നിട്ട് അവിടേക്ക് യാത്ര ചെയ്യണം. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. ഒറ്റയ്ക്ക് അധികം യാത്ര ചെയ്യുന്നവരെ കണ്ടിട്ടില്ല. ഇനി പോലീസ് സ്റ്റേഷനിൽ പോകണം. പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ പല സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ നിലത്തിരിക്കുകയാണ് ചെയ്യുക സ്ത്രീകളൊക്കെ. പോലീസ് സ്റ്റേഷൻ്റെ മുറ്റത്ത് നിലത്തിരിക്കുകയാണ് ചെയ്യുക, അകത്ത് കയറ്റി കസാരയൊന്നുമില്ല. ഇനി പോലീസ് സ്റ്റേഷനിൽ പോയി അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനെ കണ്ട് ഈ പരാതിയെക്കുറിച്ച് പറയണം. അവരെ ആട്ടി ഓടിക്കല്ലാതെ ഒരു പരാതിയും അവർ സ്വീകരിക്കില്ല, പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഇതാണ് അവിടുത്തെ അവസ്ഥ. അവിടെ ക്രൈം രജിസ്റ്റർ ചെയ്യുന്നില്ല. ക്രൈം നടക്കാതെയൊന്നുമല്ല, ക്രൈം ഇഷ്ടപോലെ നടക്കുന്നു. പക്ഷേ പോലീസ് സ്റ്റേഷനിലെത്തി പറയാനുള്ള ഒരു ധൈര്യം അവിടുത്തെ ആളുകൾക്കില്ല, അതിന് സംവിധാനമില്ല. നമ്മുടെ അവിടെ പോയി പറയാം, അറ്റ്ലീസ്റ്റ് നടക്കുമോ നടക്കില്ലെന്ന് വേറെ കാര്യം. അതാണ് പോലീസ് സ്റ്റേഷനിൽ പല കേസുകളും പറയുമ്പോൾ കേസ് എടുക്കാതെ വിട്ടു എന്ന് പറയുന്നത് ഈ റേറ്റ് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ. സാങ്കേതിക ചില കളികളാണെന്ന് വേണമെങ്കിൽ പറയാം. അതെ അതെ. അലീഗറിൽ ഇപ്പോൾ ഈ അടുത്ത് ഇതുപോലെ അങ്ങനെ ഒരു അനുഭവം കേട്ട്, നമ്മൾ ഈ പ്രത്യേകിച്ച് ഇത്തരം അലീഗർ, ഡൽഹി പലയിടത്തും ഈ പോക്കറ്റടി കേസുകൾ വളരെ ധാരാളമായിട്ട് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ പൊതുവിൽ അവിടെ അറിയുന്ന ആളുകളാണെങ്കിൽ എന്തെങ്കിലും വസ്തു നഷ്ടപ്പെട്ടാൽ സ്റ്റേഷനെ സമീപിക്കാറില്ല. കാരണം അത്ര ആ സമയം കൂടെ അയാൾക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഫലമൊന്നും കാണൂല എന്നുള്ളതാണ് അവരുടെയൊക്കെ പാഠം. അപ്പോൾ ഇവരെ കുറച്ച് മലയാളികളെ കൂട്ടി അവസാനം സ്റ്റേഷനിൽ പരാതി പോയപ്പോൾ സ്റ്റേഷനിൽ പോലീസ് ചോദിച്ചു എന്താണ് പ്രശ്നം. അപ്പോൾ ഇവർ എഴുതി കൊടുത്തത് മൊബൈൽ മോഷണം പോയി എന്നുള്ളതാണ്. പോലീസ് അത് തിരുത്തിച്ചിട്ട് അങ്ങനെ എഴുതാൻ പറ്റില്ല, മൊബൈൽ വീണു പോയി എന്ന് എഴുതണം എന്ന് ഈ അടുത്തൊരാൾ അവിടെ പഠിക്കുന്ന നമ്മുടെ ഒരു മലയാളി വിദ്യാർത്ഥിയുടെ അനുഭവം ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ വീണു പോയി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഈ ലീഗലി സാധനം കേസ് ഫയൽ ചെയ്യുന്നിടത്ത് രണ്ട് തലാണല്ലോ. അപ്പോൾ ഈ രൂപത്തിലുള്ള ചിലതും കൂടെ ഒരു പക്ഷേ ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഡൽഹിയൊക്കെ നിങ്ങളുടെ അനുഭവത്തിലുണ്ടാവുമായിരിക്കും. മൊബൈൽ പോയി എന്ന് മനസ്സിലാക്കിയാൽ അടുത്ത മൊബൈലിൻ്റെ ശ്രമം എത്ര നേരത്തെ നടത്തുന്നു അത്രയും നന്നാവും, ആ സമയം കൂടെ അവിടെ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ വലിയ അളവിൽ മോഷണ ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അത് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതിൻ്റെ കാര്യം നമ്മുടെ സിസ്റ്റം അത്ര തന്നെയും ഈ വിഷയത്തിൽ കാര്യക്ഷമമല്ല എന്ന തോന്നൽ പൊതുജനത്തിൻ്റെ അടുത്ത് വരെ എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തേത്, ഇപ്പോൾ ഇന്ത്യയുടെ പല ഗ്രാമങ്ങളിലും ചില ഗ്രാമ സംവിധാനങ്ങൾ ചില കേസുകൾക്ക് അവർ തന്നെ മനസ്സിലാക്കുന്ന ചില തീർപ്പുകളിലേക്ക് എത്തുന്നു. അത്തരം സിസ്റ്റങ്ങൾ പലയിടത്തും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൂടെ ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഉള്ളത് കൊണ്ട് കൂടെ ആയിരിക്കണം ഇതിനെ ഈ ഒരു ആരോപിക്കാൻ പക്ഷെ അവർക്കൊക്കെ അവസരം കിട്ടുന്നു എന്ന് തോന്നുന്നു. ഇതിലേക്ക് അങ്ങനെ എന്തോ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ മുമ്പ്? ഇത്തരം സാമൂഹികപരമായ പ്രശ്നങ്ങൾ പറയുന്നിടത്ത് ഇപ്പോൾ മൊബൈൽ മോഷണം പോവുക എന്നുള്ളതൊക്കെ ഡൽഹി പോലൊരു നഗരത്തിൽ സർവ്വസാധാരണമാണ്. ഞാൻ ഡൽഹിയിലാണെന്ന് പറഞ്ഞിട്ട്
പലരും എൻ്റെ മൊബൈൽ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ, നിങ്ങൾക്ക് പോലീസുകാരാരെങ്കിലും പരിചയമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇഷ്ടം പോലെ കോളുകൾ വരാറുണ്ട്. ഇനി ഞാൻ വേറൊരു തരത്തിലേക്ക് പറയാണ്. താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന ആഗ്രയ്ക്ക് സമീപമാണ് താജ്ഗഞ്ച് എന്നൊരു സ്ഥലമുള്ളത്. ഈ ഗഞ്ച് എന്ന് പറഞ്ഞാൽ അത് നിധി എന്നാണ് അർത്ഥം. നമ്മുടെ നാട്ടിലെ ചില സ്ഥല പേര് പോലെ തന്നെ ഉത്തരേന്ത്യയിൽ നവാബ് ഗഞ്ച്, അതുപോലെ മീർഗഞ്ച്, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. അതിൽ പെട്ട ഒരു സ്ഥലമാണ് താജ്ഗഞ്ച്. താജ്ഗഞ്ചിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ താജ്ഗഞ്ചിൽ ആദ്യം ഒരു റോയൽ മാർക്കറ്റ് നടന്നിരുന്നു എന്നാണ്, ഒരു രാജകീയമായ മാർക്കറ്റ് നടന്നിരുന്നു എന്നാണ്. അപ്പോൾ ആ മാർക്കറ്റിൽ വെച്ചാണ് മുംതാസിനെ ഷാജഹാൻ കണ്ടുമുട്ടിയത് എന്നാണ് ചരിത്രം. അപ്പോൾ താജ്മഹൽ നിർമ്മിച്ചതിന് ശേഷം ഈ താജ്ഗഞ്ച് എന്ന സ്ഥലം താജ്മഹലിലെ തൊഴിലാളികൾക്ക് പാർപ്പിട പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഷാജഹാൻ പതിച്ചു നൽകി. അങ്ങനെ ഇപ്പോഴും താജ്ഗഞ്ച് എന്ന സ്ഥലം അവരുടെ പിൻതലമുറക്കാരാണ് ഇപ്പോഴും അവിടെ ജീവിച്ചു പോരുന്നത്. താജ്മഹലിൻ്റെ ചുറ്റുമുള്ള ചേരികളാണ് ഈ താജ്ഗഞ്ച് എന്ന് പറയുന്ന സ്ഥലം. പക്ഷേ ഒരു മനോഹരമായ നിർമ്മിതിയുടെ പിന്നിൽ പ്രവർത്തിച്ച ഈ ആളുകൾ ഇന്ന് മോഷണം, സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ, അവിടെ നിരവധി ദാതകൾ വാഴുന്നു, അങ്ങനെയുള്ള ഒരു സ്ഥലമായി ഇന്ന് പരിണമിച്ചു. അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ കൂടി പ്രശ്നമാണ്. കാരണം അത്തരം ഏരിയകളിലുള്ള ആളുകളെ നല്ല രീതിയിൽ വിദ്യാഭ്യാസപരമായി ഉള്ളൊരു മാറ്റത്തിന് ശ്രമിക്കാതെ അവരെ ആ രീതിയിൽ തന്നെ തുടരുക എന്നത് ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ കൂടി പ്രശ്നമാണ്. നേരത്തെ നിങ്ങൾ ഡോക്ടറെ കണ്ട ഒരു വിഷയം പറഞ്ഞല്ലോ. അപ്പോൾ അതിലേക്ക് ചേർക്കാനുള്ള ഒരു കാര്യം, എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് പെട്ടെന്ന് പനി പിടിച്ചു. അപ്പോൾ ഞാനൊരു ഉൾഗ്രാമത്തിലാണ്, രാത്രിയാണ്, പുറത്തേക്ക് പോകാൻ പെട്ടെന്ന് സാധ്യമല്ല. അപ്പോൾ ഞങ്ങൾ ആ നാട്ടുകാരോട് ചോദിച്ചപ്പോൾ അതിലുള്ള ഒരാൾ പറഞ്ഞു, ഇവിടെ അടുത്തൊരു ഡോക്ടറുണ്ട്, നിങ്ങൾ പോയി കണ്ടോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെയും കൂട്ടി ഇങ്ങനെ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഒരു പലചരക്ക് കടയാണ്. ആ പലചരക്ക് കടയുടെ ബെഞ്ചിലിരിക്കാൻ പറഞ്ഞു, ബെഞ്ചിൽ കിടക്കാൻ പറഞ്ഞു. മൂപ്പരകത്തു നിന്ന് ഒരു ഇഞ്ചക്ഷൻ കൊണ്ടുവന്നു. അപ്പോൾ അടിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ, അപ്പോൾ നാട്ടുകാർ പറഞ്ഞു ഇതൊക്കെ തന്നെയാണ്, ഇതാണ് ഡോക്ടർ, മൂപ്പര് ഇഞ്ചക്ഷൻ ചെയ്താൽ പിന്നെ മാറും. അപ്പോൾ അദ്ദേഹം 10ാം ക്ലാസ് പോലും പാസ്സാകാത്ത ഡോക്ടറാണ്. ഇത് ഒരു സ്ഥലത്ത് മാത്രം പ്രശ്നമല്ല, ഉത്തരേന്ത്യയിലെ ഒട്ടുമിക്ക ഗ്രാമങ്ങളിലും ഇത്തരം ഡോക്ടർമാരുണ്ട് എന്നതാണ്. ഇനിയിപ്പോൾ ഒരു ഡോക്ടർ, പുതിയൊരു ഡോക്ടർ എങ്ങനെ ജനിക്കും എന്നതാണ്. അപ്പോൾ ഈ ഡോക്ടർക്ക് കൊടുത്തെടുക്കാൻ പോയ ആൾ അടുത്ത ഡോക്ടറായിട്ട് മാറും. ഇത് എല്ലായിടത്തുമുള്ള ഒരു പ്രശ്നമാണ്. ഞാൻ എൻ്റെ വൈഫുമായിട്ട് ഇങ്ങനെ UP-യിൽ തന്നെ ലോണിയിൽ ഇങ്ങനെ താമസിക്കുന്ന സമയത്ത് അതിന് പിന്നിലൊരു ഖബർസ്ഥാനാണ്. ആ ഖബർസ്ഥാനിൽ എന്നും ഒരു കുട്ടിയെ മറവ് ചെയ്യാൻ ആളുകൾ വരും. ഞങ്ങളുടെ മുന്നിൽ വെച്ചാണ് അതിൻ്റെ മയ്യിത്ത് നമസ്കാരം നടക്കുക. അപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാ ദിവസവും ഒരു കുട്ടിയെ ഇങ്ങനെ മറവ് ചെയ്യുന്നത് കാണുമ്പോഴുള്ള ഒരു സങ്കടം നമുക്ക് വേറെ തന്നെയാണ്. എൻ്റെ വൈഫും പറഞ്ഞു ഇത് വല്ലാത്ത സങ്കടകരമായൊരു കാര്യമാണല്ലോ, ആകെ അവിടുന്ന് വേഗം മാറണം, ഇത് കണ്ടു നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടുത്തെ ആളുകളോട് ചോദിച്ചു, രക്ഷിതാവിനോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഈ ശിശു മരണം എന്നത് ഇവിടുത്തെ സ്വാഭാവികമായ ഒരു സംഗതിയാണ്, കിട്ടിയാൽ കിട്ടി എന്നതാണ്. അപ്പോൾ അതിൽ വിഷമിച്ചിട്ട് എന്ത് കാര്യമില്ല, ഇത് ഇവിടുത്തെ സ്വാഭാവികമാണ്. ഒരു കുട്ടി പ്രസവിച്ചാൽ അതിനെ കിട്ടിയാൽ നമുക്ക് കിട്ടി എന്നല്ലാതെ. അപ്പോൾ അതൊരു ആരോഗ്യരംഗത്തെ വളരെ പിന്നാക്കാവസ്ഥയാണ് ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. അതിനു വേണ്ടിയാണ് നമ്മൾ ഇത്തരം ദയനീയമായ രംഗങ്ങൾ ഗ്രാമങ്ങളിൽ നിന്ന് അനുഭവിച്ചത് കൊണ്ടാണ് ഡോക്ടർ ഓൺ വീൽസ് എന്നൊരു പുതിയ പദ്ധതി ഞങ്ങൾ ആരംഭിച്ചത്. ഇത്തരം ഗ്രാമങ്ങളിൽ ക്ലിനിക്കുകളില്ലാത്ത, ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിൽ പോയി അവിടെ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് ആളുകൾക്ക് കൃത്യമായ ചികിത്സ നൽകുക എന്നതാണ് അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അതിനുവേണ്ടി ആദ്യമൊക്കെ നമ്മൾ ഒരു ഡോക്ടർക്ക് വേണ്ടി ഹയറിംഗ് പോസ്റ്റർ ചെയ്ത സമയത്ത് ഉത്തരേന്ത്യയിൽ നിന്ന് കുറേ ഇത്തരം ഡോക്ടർമാർ വന്നു. സ്വന്തം CV പോലും എഴുതാൻ അറിയാത്ത, ഇത്തരം 10ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ലാത്ത ഡോക്ടർമാർ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുകയുണ്ടായി. ഇത് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ പദ്ധതി ആരംഭിച്ചത്. അപ്പോൾ ഇത് സ്വാഭാവികമായ ഒരു പ്രശ്നമാണ്. ശിശുമരണം എന്നതും മെഡിക്കൽ സംവിധാനങ്ങളില്ല എന്നതുമൊക്കെ ഇത്തരം സ്ഥലങ്ങളിലെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്.
രാജ്യത്ത് വലിയ മാറ്റങ്ങൾ ഈ രംഗത്തൊക്കെ വരണം, വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം കൂടെയാണ്. ഇപ്പോൾ ഈ ശിശുമരണ നിരക്ക് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന അപേക്ഷിച്ച് ഒരു പക്ഷേ രാജ്യത്ത് ആ വിഷയത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഈ സംവിധാനത്തെ ഇപ്പോൾ UP എന്നാണ് നമ്മൾ ബീഹാർ അല്ല ബംഗാൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ നാട്ടുവൈദ്യർ സിസ്റ്റത്തെക്കുറിച്ച് കണ്ടിരുന്നു. അപ്പോൾ ഏറെക്കുറെ എല്ലായിടത്തും ഇതുപോലെ ഡോക്ടർ സാബ് ഉണ്ട്. അപ്പോൾ ഡോക്ടർ സാബ് ആരാന്ന് വെച്ച് വിളിച്ചു സംസാരിച്ചു വരുന്ന സമയത്ത് ഇദ്ദേഹം ഇതുപോലെ തന്നെ അങ്ങനെ ശീലിച്ചു വന്ന ഒരാളാണ്. ഇയാൾ അക്കാഡമിക്കലി ക്വാളിഫൈഡ് ഡോക്ടറല്ല. നമ്മൾ ആ ഷാംസിയിൽ നിന്നുള്ള ഒരു കുട്ടിയുടെ കാല് വല്ലാതെ പരിക്കുപറ്റി ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരാണ് ഓപ്പറേഷൻ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഈ രൂപത്തിലുള്ള ഒരു നാട്ടുവൈദ്യനാണ് ഓപ്പറേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വളരെ വ്യാപകമായിട്ടവിടെ നടക്കുന്നുണ്ട്. അയാൾ ഡോക്ടർ സാബ് എന്നുള്ള തന്നെ വരുന്നത്. ഈ ഫാർമസി ഈ അടുത്ത് നമ്മൾ സ്ഥലം അലിഗർ യൂണിവേഴ്സിറ്റിയുടെ പരിസരത്ത് തന്നെ ഈ അടുത്തൊരു കുട്ടി നേരത്തെ നമ്മുടെ മദ്രസയിലൊക്കെ ഉണ്ടായിരുന്ന ചെറിയ കുട്ടിയാണ്. അപ്പോൾ കഴിഞ്ഞ അക്കാഡമിക് ഇയർ ഓപ്പണിംഗ് ടൈമിൽ കുട്ടി ഒരു സംഘത്തെ കണ്ടപ്പോൾ അവർ സ്കൂളിലേക്ക് വിളിച്ച് സംസാരിച്ചു. അപ്പോൾ ഓരോരുത്തരും മിക്കവാറും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ കൂട്ടത്തിൽ ഒരുത്തനോട് ചോദിച്ചു അവൻ പറഞ്ഞ ഫാർമസിയിലാണ്. അപ്പോൾ നമുക്ക് ഷോക്കായി. പിന്നെ അവന് സ്കൂളിൽ പോയിട്ടില്ല, ചെറിയതാണ്. അപ്പോൾ ഫാർമസിയിൽ എങ്ങനെ അവർ മരുന്നെടുത്ത് കൊടുക്കുകയാണെങ്കിൽ ലിസ്റ്റ് വായിക്കാൻ കഴിയും. ഇത് 6 മാസത്തെ കോച്ചിങ് ഉണ്ടെന്നാണ്. അപ്പോൾ ഈ 6 മാസം അവിടെ നിന്നിട്ട് നേരെ അവിടെ വരുന്ന ഇതിലൊക്കെ വായിച്ച് അങ്ങനെ ആ ഒരു ക്വാളിഫിക്കേഷനാണ് ഈ മരുന്നെടുത്ത് കൊടുക്കാൻ. അപ്പോൾ ആ തരുന്ന മരുന്ന് വേണം ആ നാട്ടുകാർ കഴിക്കാൻ. അല്ല, അത് 6 മാസം കഴിഞ്ഞാൽ അവൻ ഡോക്ടറായി മാറും. അതാണ് അതിൻ്റെ. ഏതായാലും അത്ര ഗുണകരമായ ഒരു ആരോഗ്യ ആശുപത്രി സംവിധാനങ്ങൾ ഇല്ലാത്തതിൻ്റെ ഒരു ദുരന്തം രാജ്യത്ത് പലയിടത്തും അനുഭവിക്കുന്നുണ്ട്. ഇതിനൊക്കെതിരെ സംസാരിക്കാൻ കഴിയുന്ന വിധത്തിൽ ആളുകൾ പലതുകൊണ്ടും അത്ര തന്നെ പ്രാപ്തരല്ല. ചിലത് സാമൂഹിക ക്രമമാണ്, ചിലത് അവർക്കതിനുള്ള ബോധമില്ല, ചിലത് അവർക്ക് മേലെ നേരത്തെയുള്ള ചില സംവിധാനങ്ങളോ ചില ശക്തികളോ ഉണ്ട്. ഇപ്പോൾ സാറുടെ പശ്ചാത്തലത്തിൽ തന്നെ എങ്ങനെ ഈ ഒരു യാത്ര ഈ ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു യാത്ര അങ്ങനെ വരുന്നില്ലേ? അതായത് ഇപ്പോൾ ആരോഗ്യ സംവിധാനവും അതിൻ്റെ ആളുകളും ഈ നടത്തുന്ന ചൂഷണമാണ് ശ്രദ്ധയിൽപ്പെട്ട ഒരു വാർത്തയ്ക്ക് വേണ്ടി ഞാൻ പോയത്. അത് മഹാരാഷ്ട്രയിലെ ബീഡ് ജില്ലയിലാണ് ഞാൻ പോയത്. അവിടെ ഈ കരിമ്പ് കർഷകരുടെ നാടാണ്. കർഷകർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇത് മറ്റേ വിദർഭ മേഖലയാണ്. മഴ ലഭിച്ചിട്ട് അന്ന് നമ്മളിവിടെ പ്രളയമുള്ള സമയത്ത് പോലും അല്ലെങ്കിൽ അത്തരം മൺസൂണിൽ പോലും അവർക്ക് മഴ കിട്ടാത്ത സ്ഥലമാണ്. ഈ വിദർഭയുടെ ഭാഗമായിട്ടാണ് ഈ ബീഡ് വരുന്നത്. അപ്പോൾ അവർക്ക് കരിമ്പ് കൃഷിയാണ് ഇവരുടെ മുഖ്യ വരുമാനം. കരിമ്പ് കൃഷി ഇല്ലാത്ത സമയത്ത് ഇവർ എന്ത് ചെയ്യും? ഇവർ വളരെ ഫാസ്റ്റായിട്ട് കരിമ്പ് കട്ട് ചെയ്യും. അവരുടെ സ്ത്രീകളൊക്കെ ഭയങ്കര മിടുക്കാണ് അതിൽ. അതുകൊണ്ട് ഇവർ ഈ സമയങ്ങളിൽ മുഴുവൻ യാത്ര ചെയ്യും. യാത്ര ചെയ്യുന്നത് ഗുജറാത്ത് മുതൽ കർണാടക വരെ അവർ കരിമ്പ് കട്ട് ചെയ്യാനായിട്ട് അവർ വരും. അങ്ങനെ ഈ കരിമ്പ് പാടത്ത് താമസിക്കും, ടെൻറ്റ് കെട്ടി താമസിക്കും. അങ്ങനെ ഈ സീസൺ പൂർത്തിയാവുന്ന വരെ അവർ ഗുജറാത്ത് വരെ പോയിട്ട് തിരിച്ച് അവരുടെ നാട്ടിൽ മടങ്ങി വരുന്ന ഒരു സിസ്റ്റമാണ്. ഇവർ ജോലി ചെയ്യുന്നത് ഈ കരാറുകാരുടെ കീഴിലാണ്. അപ്പോൾ കൂലിയെ സംബന്ധിച്ചും ലൈംഗിക ചൂഷണം ധാരാളം നടക്കുന്നുണ്ട്. പക്ഷേ ഈ സ്ത്രീകളുടെ ആർത്തവ സമയത്ത് 3-4 ദിവസം ഇവർ അവധി എടുക്കുന്നു എന്ന കാരണം പറഞ്ഞ് ചെറുപ്പക്കാരായ സ്ത്രീകളുടെ ഗർഭപാത്രം എടുത്തു കളയാണ് ചെയ്യുന്നത്. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. അതിനിവർ തയ്യാറാവാണ്. കാരണം പല ഘട്ടങ്ങളിലും ഇവർ കടം വാങ്ങിച്ചിട്ടുണ്ട് ഈ കരാറുകാരനായിരുന്നു. അത് തിരിച്ചു കൊടുക്കാൻ ജോലി ചെയ്തേ പറ്റൂ. അങ്ങനെ ഈ സ്ത്രീകളുടെ ഗർഭപാത്രം നീക്കം ചെയ്യാൻ ഒത്താശ ചെയ്തു കൊടുക്കുന്നത് കരാറുകാരനും അവിടുത്തെ ഈ പറഞ്ഞ ആരോഗ്യ സംവിധാനത്തിൽപ്പെട്ട ഡോക്ടർമാരാണ്. ഇതിനു വേണ്ടി മാത്രം കുറേ ക്ലിനിക്കുകൾ ഈ ബീഡ് ഔറംഗാബാദ് മേഖലയിലുണ്ട്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഒരു വർഷത്തിൽ താഴെയുള്ള സ്ത്രീയുടെ പോലും ഗർഭപാത്രം നീക്കം ചെയ്തേക്കാണ്. അപ്പോൾ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇതിനെ തുടർന്ന് സ്ത്രീകൾക്കുണ്ടാകുന്നത്. പലരും ജോലി ചെയ്യാൻ മാക്സിമം 4-5 വർഷം കഴിഞ്ഞാൽ അവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല.
ഇവർക്ക് വേറെ വരുമാനമൊന്നുമില്ല. അങ്ങനെ ആണിത് ചോദ്യം ചെയ്ത് നാഷണൽ വിമൻസ് കമ്മീഷനൊക്കെ ഇതൊക്കെ ഇടപെട്ട് അതിനൊക്കെ നിയന്ത്രണമൊക്കെ കൊണ്ടുവന്നു. പക്ഷെ എന്താ സംഭവിക്കുന്നത്, ഈ കരിമ്പ് കൃഷി നടത്തുന്നത്, ആ മേഖലയിൽ നടത്തുന്നത് മില്ലിൻ്റെ ഉടമകൾ രാഷ്ട്രീയക്കാരാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ശരത് പവാർ ആണെന്ന് കൂട്ടിക്കോ, NCP ആണെന്ന് കൂട്ടിക്കോ. ശരത് പവാറിൻ്റെ മകൾ അങ്ങനെ ആണ് സുപ്രിയ സൂലെ, അവിടുത്തെ MP. NCP ആണ് അവിടുത്തെ MLA. ഈ മില്ല് നടത്തുന്നതും NCP മുതലാളി. പിന്നെ ഇവരാരോട് പരാതിപ്പെടും? ചൂഷണത്തിൻ്റെ ഒരു ഇഴയടുപ്പെന്ന് പറയുന്നത് അതാണ്. ഇവർക്ക് ഒരു തരത്തിലും മോചനമില്ല. പക്ഷെ പല വനിതാ സംഘടനകളും ഇടപെട്ടിട്ടാണ് ഈ ക്രൂരത ഇപ്പോൾ നിയന്ത്രിക്കാൻ പറ്റിയത്. അതിപ്പോഴും നടക്കുന്നുണ്ട് അവിടെ. അല്ലാതെ അവർക്ക് വരുമാനമില്ല. ഇത് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഗർഭപാത്രം നീക്കം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചെലവ് മുഴുവൻ കരാറുകാരൻ വഹിക്കുകയും അതിന് കുറച്ച് പൈസ അവർക്ക് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രാകൃതമായ ചൂഷണം നടക്കുകയാണ്. ഇത് ചോദ്യം ചെയ്തത് 2019 ഈ ബീഹാറിലെ കുട്ടികളെ കൂട്ടമരണവുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണ പത്രപ്രവർത്തനം നടത്തിയിരുന്നില്ലേ? അത് ഇതിലേക്ക് ചേർത്ത് മനസ്സിലാക്കാൻ. ബീഹാറിൽ ഇത് ആരോഗ്യരംഗത്തെ സമ്പൂർണ്ണ പരാജയമായ സംവിധാനമാണ് ഞാൻ കണ്ടത്. 200ഓളം കുട്ടികൾ മസ്തിഷ്ക ജ്വരം, എൻസിഫലൈറ്റീസ് വന്ന് മരിച്ച സംഭവമാണ്. തുടർച്ചയായി 2 വർഷമായിട്ട് 18-ലും 19-ലും സംഭവിക്കുന്നു. 200ഓളം കുട്ടികൾ മരിച്ചു എന്നാണ് നമ്മുടെ കണക്ക്. സർക്കാരിൻ്റെ കണക്കിൽ അത് 80 മറ്റോ ആണ്. അപ്പോൾ ഞാൻ അവിടെ പോയിരുന്നു. അവിടെ പോയിട്ട് അന്വേഷിച്ചപ്പോൾ അവിടെ ഡോക്ടർ ഇവിടെ കേരളത്തിൽ കുറച്ച് നാൾ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ. ആൾക്ക് വലിയ താല്പര്യമാണ്, ആൾ വിവരങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ സർക്കാർ കണ്ടെത്തിയ ഒരു കാരണം, കുട്ടികൾ ലിച്ചിപ്പഴമില്ലേ, ലിച്ചിപ്പഴം എന്ന് പറഞ്ഞാൽ നമ്മുടെ റംബൂട്ടാൻ പോലൊരു പഴമാണ്, ഒരു നെല്ലിക്കയുടെ വലിപ്പമുള്ള ബ്രൗൺ പഴമാണ്, ഉള്ളിൽ റംബൂട്ടാൻ്റെ പഴം പോലെയാണ്. അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി. മുസാഫർപൂർ ലിച്ചി എന്ന് പറഞ്ഞാൽ ലോക പ്രശസ്തമാണ്. അതിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനും എല്ലാത്തിനും വേണ്ടി അവിടെ ഒരു ഗവേഷണ സ്ഥാപനം തന്നെയുണ്ട് നാഷണൽ ലെവലിൽ. അവർ പറയുന്നത് കുട്ടികൾ ലിച്ചി പഴം കഴിച്ചാലാണ് ഈ മരിച്ചു പോകുന്നതെന്നാണ്. അങ്ങനെ ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ ലിച്ചി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അതിൻ്റെ ഗവേഷകരെ കണ്ടപ്പോൾ ഒരിക്കലും അല്ല, അങ്ങനെയല്ല. ഒരു മലയാളിയാണ് ആ റിപ്പോർട്ട് എഴുതി കൊടുത്തത്, ഒരു ജേക്കബ് ജോൺ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറാണ് അത് റിപ്പോർട്ട് എഴുതി കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഈ ഗ്രാമത്തിൽ പോവാണ്, ഇവരുടെ ദളിത് ആളുകൾ താമസിക്കുന്ന ഗ്രാമത്തിൽ പോവാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ മരിച്ച ഒരു ഗ്രാമമുണ്ട്. അപ്പോൾ എല്ലാവരോടും സംസാരിച്ചു ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന സമയമാണ്. അപ്പോൾ ഒരു ചെറിയൊരു ബൗളിൽ വെറും പച്ചച്ചോറെന്ന് നമ്മൾ പറയില്ലേ, അത് വാരി തിന്നാണ് കുട്ടികൾ. വേറെ ഒന്നും കഴിക്കാനില്ല. നമ്മൾ കഞ്ഞിയും ചമ്മന്തിയെങ്കിലും പറയില്ലേ, അതുപോലെ ഒന്നും കഴിക്കാനില്ല. കുട്ടികളിങ്ങനെ വാരി തിന്നാണ്. ഇതാണ് അവിടുത്തെ ഒരു സംവിധാനം. തിരിച്ച് പത്രങ്ങളിലും മാധ്യമങ്ങളിലും വലിയ വാർത്ത വന്നപ്പോൾ അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു എന്ന് സർക്കാർ അവകാശപ്പെടുന്നുണ്ട്. പോയി നോക്കിയപ്പോൾ എന്താണ്, അങ്ങോട്ട് മീഡിയയ്ക്ക് പ്രവേശനമില്ല. ഞാനൊരു മൊബൈൽ ഓൺ ചെയ്ത് ഞാൻ പതുക്കെ മുകളിലേക്ക് കയറി പോയപ്പോൾ AC ഒക്കെ ഉണ്ട്, പക്ഷെ ജനൽ തുറന്നിട്ടേക്കാം. അതുപോലെ എല്ലാ മെഷീനറിയും ഉണ്ട്, ഒന്നിൻ്റെ പാക്ക് പൊളിച്ചിട്ടില്ല. തറ ക്ലീൻ ചെയ്തിട്ടുണ്ട്, ആകെ ചെയ്ത് ബെഡ്ഷീറ്റ് മാറ്റിയിട്ടുണ്ട്. ഇതല്ലാതെ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. അവിടെ നിൽക്കുമ്പോഴാണ് എനിക്ക് ഒരു അറപ്പുള്ള കാര്യമാണ് എനിക്ക് ഒരു അനുഭവം. ഒരു കുഞ്ഞ് കരയുന്നു, അമ്മയുടെ ഒക്കെ തിരുന്ന് കുറേ നേരമായിട്ട് കരയുന്നു. അപ്പം ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാണ്, ക്യാമറമാൻ എന്തോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യാണ്. കുഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ശ്രദ്ധിച്ചു, എന്തായിരിക്കും കുഞ്ഞ് കരയുണ്ടാവാം. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കരച്ചിലാണ് ഹോസ്പിറ്റൽ മുഴുവൻ. ഇങ്ങനെ അമ്മമാർ വന്ന് നെഞ്ചത്തടിച്ചും കരയുന്നു, ബന്ധുക്കൾ ആശ്വസിക്കുന്നു, ചിലർ തളർന്ന് വീണ് കിടക്കുന്നു. അതിഭീകരമായ കാഴ്ചയാണ് ഈ ഹോസ്പിറ്റലിന് ചുറ്റും. ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. എല്ലാം പാവപ്പെട്ട വീട്ടിലെ ആളുകളാണ്. അല്ലാതെ ഒരു പൈസയുള്ള ഒരു
എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു അടയാളം എന്ന് പറയാൻ ഒരു സ്വർണ്ണമാല ഇട്ട ഒരാളോ അല്ലെങ്കിൽ അങ്ങനെ വൃത്തിയുള്ള വേഷം ധരിച്ച ഒരാളോ അങ്ങനെയൊന്നും ഞാൻ ആരും കണ്ടില്ല. അങ്ങനെ കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട് ഇനി കുഞ്ഞിന് അസുഖമാണെന്നുള്ളത്. ഈ അമ്മ ഈ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നതിൻ്റെ സൈഡിൽ കുഞ്ഞിനെ വെളിക്കിരുത്തി പരസ്യമായിട്ട്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. വെളിക്കിരുത്തി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ ഇതെങ്ങനെയാണ്. നമ്മളൊക്കെ കുറച്ച് നാളെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഒരു തുള്ളി വെള്ളമില്ല അവിടെ. തുള്ളി വെള്ളമില്ല അവിടെ, പൈപ്പില്ല, ഒന്നുമില്ല, അഴുക്കിച്ചാലും മാത്രം. അപ്പം എനിക്ക് ആകെ ഒരു അസ്വസ്ഥത തോന്നി. ഇതുവരെ എങ്ങനെയാണ് ഇത് ഡീൽ ചെയ്യുന്നത്? വളരെ സിമ്പിളായിരുന്നു. കുഞ്ഞിനെ കരച്ചിൽ നിന്നു. അവർ താഴെ നിന്ന് കുറച്ച് മണൽ വാരി കാര്യം സാധിച്ചു. അറപ്പ് തോന്നുകയാണെങ്കിലും നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തൊരു കാഴ്ചയായിരുന്നു അത്. പെട്രോളിന് വില വർദ്ധിപ്പിക്കുന്നത് ടോയ്ലറ്റുകൾ ഉണ്ടാക്കാനാണ് എന്ന് പറയുമ്പോൾ മലയാളികൾക്കത് ട്രോളാണ്, പരിഹാസമാണ്. പക്ഷേ ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു ജനത അവിടെയുണ്ട്. ഞങ്ങൾ യാത്ര ചെയ്ത ഒട്ടുമിക്ക ഗ്രാമങ്ങളിലും ടോയ്ലറ്റുകളില്ല എന്നതാണ്. അപ്പോൾ എന്താണതിന്? ഇപ്പോൾ ഈ അടുത്ത് ഞങ്ങളൊരു സ്കൂള് വേണ്ടിയിട്ടൊരു ക്ലാസ് റൂമൊക്കെ സജ്ജീകരിച്ച് അവിടെ ഒരു നല്ലൊരു യൂറോപ്യൻ ടോയ്ലറ്റൊക്കെ സജ്ജീകരിച്ചപ്പോൾ കുറേ ദിവസം ആ ഗ്രാമീണർ ടോയ്ലറ്റ് കാണാൻ വരില്ലായിരുന്നു. ഈ ഗ്രാമങ്ങളിൽ, ഇത്തരം ഗ്രാമങ്ങളിലൊക്കെ രാവിലെ പോയാൽ നല്ല മനോഹരമായ പാടങ്ങൾ ഇങ്ങനെ കാണാം. പക്ഷേ പാടങ്ങളിലേക്ക് ഇറങ്ങാൻ പറ്റില്ല, കാരണം അത് അവരുടെ ടോയ്ലറ്റാണ്. രാവിലെ ഇറങ്ങാൻ പറ്റില്ല. രാവിലെ ഒന്ന് നടക്കണമെന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ, നല്ല മനോഹരമായ പാടങ്ങളൊക്കെ കണ്ടിങ്ങനെ നടക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പറ്റില്ല, കാരണം അത് സ്ത്രീകളുടെ സമയമാണ്. സ്ത്രീകളുടെ സമയത്ത് നമ്മൾ പുറത്തിറങ്ങാം. ആ സമയത്ത് അതിലൂടെ പാടവരമ്പത്തൂടെ നടക്കാൻ പാടില്ല. ആണുങ്ങളുടെ സമയത്തൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഇതിന് മാറ്റം വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല ഗ്രാമങ്ങളിലും നമ്മുടെ ടോയ്ലറ്റുകൾ കണ്ട് അവർക്കും അതിലേക്ക് മാറണം എന്ന് ആശിച്ച് അങ്ങനെ ടോയ്ലറ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളുണ്ട്. ഇങ്ങനെ ഒരു മാതൃക മുന്നിലുണ്ടെങ്കിൽ മാറ്റങ്ങൾക്ക് ഇവരെല്ലാം തയ്യാറാണ്. പക്ഷേ ഇങ്ങനെ ഒരു മാതൃക ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴും പഴയ പടിയിൽ ഇങ്ങനെ തുടർന്നു വരുന്നത്. വെള്ളമില്ലാത്തതിൻ്റെ ഒരു അവസ്ഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ടോയ്ലറ്റൊക്കെ പണിത് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിലുള്ള വെള്ളമില്ല. വെള്ളം കോരിക്കൊണ്ടുവന്ന് ഒരു സ്പേസ്, പ്രൈവസി ഉണ്ടെന്നല്ലാതെ വേറെ ഉപകാരം ഇല്ലാത്ത പല സ്ഥലങ്ങളെയും കുറിച്ച് കേട്ടിട്ടുണ്ട്. 50 വയസ്സായ ഒരാളോട് ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു, ഇവിടെ കേരളത്തിലുള്ള ഒരാളോട്, നമ്മുടെ നാട്ടിൽ ഈ ബാർബർ ഷോപ്പിൽ പോയിട്ട് കക്ഷം വടിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു എന്ന് ഞാൻ മുമ്പ് മാധ്യമം വായിച്ച പതിപ്പിൽ വായിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു സ്റ്റോറിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് 50 വയസ്സായല്ലോ, നിങ്ങൾ കേരളത്തിൽ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ അന്ന് കേട്ടിട്ടുണ്ട് ഇങ്ങനൊരു സംവിധാനം ഉണ്ടായിരുന്നു എന്ന്. പക്ഷേ 50 വർഷം മുമ്പ് നമ്മുടെ നാട്ടിലില്ലാത്ത, അന്ന് കേട്ടുകേൾവി മാത്രമുള്ള ഒരു കാര്യം ഇപ്പോഴും ഉത്തരേന്ത്യയിലുണ്ട് എന്നുള്ളതാണ്. ഒട്ടുമിക്ക ഗ്രാമങ്ങളിലും ബാർബർ ഷോപ്പുകളിൽ 10 രൂപ കൊടുത്താൽ നമുക്ക് കക്ഷം പഠിച്ചു തരും. ഞാനൊരിക്കൽ എൻ്റെ താടിയും മുടിയൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതിൽ പോയപ്പോൾ പെട്ടെന്നൊരാൾ വന്ന് കുപ്പായൊക്കെ അയച്ച് കൈ ഇങ്ങനെ ഉയർത്തി കാണിച്ചു തന്നു. അപ്പോൾ അദ്ദേഹം ബാർബർ നേരെ പോയിട്ട് അത് പഠിച്ചു കൊടുത്തു. ഇത് നമുക്ക് കേരളത്തിൽ മാത്രം നിന്നുകൊണ്ട് ഊഹിക്കാൻ പോലും സാധിക്കാത്ത ഒരു കാര്യമാണ്. പിന്നെ എന്തുകൊണ്ട് തെരുവുകളിൽ ആളുകൾ ഇത്ര കൂടുതൽ വരുന്നു? 2 ലക്ഷത്തോളം ആളുകൾ തെരുവുകളിൽ ജീവിക്കുന്നുണ്ട് എന്നാണ് ഡൽഹിയിലെ കണക്ക്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം അങ്ങോട്ട് പോയ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് വീടും ഭൂമിയൊന്നുമില്ല. കാരണം 4 തലമുറ മുമ്പ് അല്ലെങ്കിൽ 5 തലമുറ മുമ്പ് അവരുടെ വല്യപ്പമാർ വിവിധ പ്രദേശങ്ങളിൽ നിന്ന്, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഡൽഹിയിലേക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്കൊക്കെ കുടിയേറിയത്. ഈ കുടിയേറിയത് കൊണ്ട് തന്നെ അവരുടെ സ്ഥലം എവിടെയാണ് എന്നോ, അവരുടെ വീട് എവിടെയാണെന്നോ, അവരുടെ ഭൂമി, അവർക്ക് നാട്ടിൽ ഭൂമിയുണ്ടോ എന്ന് പോലും ഇവർക്കറിയില്ല. ഇവരിപ്പോൾ തെരുവിൻ്റെ മക്കളാണ്. ഡൽഹി ഓരോ ദിവസവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, വികസനം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പാലം വരുമ്പോൾ ആ പാലത്തിന് വേണ്ടി ഇവരെ കുടിയൊഴിപ്പിക്കും. ഇപ്പം നിലവിൽ ഡൽഹിയിൽ മാസ് കുടിയൊഴിപ്പിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരം ഏരിയകളിൽ നിന്നെല്ലാം. അപ്പോൾ അവർ ചോദിക്കുന്നത്, ഞങ്ങൾക്ക് എവിടെ പോകണമെന്നറിയില്ല, കാരണം ഞങ്ങളുടെ 4 തലമുറ മുമ്പാണ് ഇങ്ങോട്ട് കുടിയേറിയത്, ഇവിടെയൊക്കെ വന്ന് കൂടിയതാണ്. ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ ഷാംസി ഗ്രാമത്തെക്കുറിച്ച് പറഞ്ഞു. ഷാംസി ഗ്രാമം എന്ന് പറയുന്നത് 100-100ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഗ്രാമമാണ്. അവർ പാമ്പാട്ടികളാണ്.
ആ ഗ്രാമത്തിലെ എല്ലാവരും പാമ്പാട്ടികളാണ്. അതായത് പാമ്പാട്ടികളായ കുറേ ആളുകൾ ഒരു ഗ്രാമത്തിൽ വന്ന് കൂടി. അങ്ങനെ 100 കുടുംബങ്ങൾ ഇപ്പോൾ ആ ഒരു ചേരിയിലുണ്ട്. ഓരോ വീട്ടിലും പാമ്പുകൾ, 1, 2, 3, 4 പാമ്പുകൾ ഉള്ള വീടുകളാണ് ഓരോന്നും. അവരുടെ തൊഴിൽ പാമ്പ് കളിപ്പിച്ച് അങ്ങനെ ജീവിക്കുക. തെരുവിലും മറ്റു വീടുകളിലൊക്കെ പോയിട്ട് പാമ്പിനെ കളിപ്പിച്ച് അങ്ങനെ ജീവിക്കുക എന്നുള്ളതാണ് അവരുടെ രീതി. അപ്പോൾ ഈ ഒരു ഷാംസി ഗ്രാമത്തിൽ കഴിഞ്ഞ ദിവസം പോയപ്പോൾ അവർ പറഞ്ഞു പാമ്പ് കളിപ്പിക്കൽ സർക്കാർ നിരോധിച്ചു. പിന്നെ ഞങ്ങൾക്കറിയാവുന്ന ഒരു തൊഴിൽ മാജിക്കുകളായിരുന്നു. ചെറിയ ചെറിയ അല്ലറ ചില്ലറ മാജിക്കുകളൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടായിരുന്നു ജീവിക്കുന്നത്. പക്ഷേ മൊബൈല്, യൂട്യൂബ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ വിരൽത്തുമ്പിലാണ് മാജിക്കുകളുള്ളത്. അപ്പോൾ മാജിക്കുകൾ കാണാൻ ആളില്ലാതായി. അതേക്കുറിച്ച് ഞാൻ സ്റ്റോറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ തെരുവിൽ നിന്നും വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവന്നാൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. സർക്കാർ സംവിധാനങ്ങൾ ഈ രംഗത്ത് പലപ്പോഴും വാഗ്ദത്തങ്ങൾ നൽകുന്നുണ്ടെന്നാണ്. ഇപ്പോൾ ഡൽഹി തന്നെ ഈ കുടിയൊഴിപ്പിക്കൽ വളരെ വിപുലമായ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ തരത്തിലുള്ള സംഘങ്ങളായിട്ടാണ് ഈ കോളനികളൊക്കെ രൂപപ്പെട്ടു വരുന്നത്. ഇപ്പോൾ 1947 രാജസ്ഥാനിൽ നിന്ന് വന്ന ഒരു പ്രത്യേക വിഭാഗം, അവർ കലാകാരന്മാരാണ്. അവരിൽ ഈ മൺപാവകൾ ഉണ്ടാക്കിയിട്ട് ഇത് മറ്റേ സ്ട്രീറ്റ് ഷോകൾ കാണിക്കുന്ന ആളുകൾ, പാട്ടുകാർ. ഇപ്പോൾ ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഇത്തരം സ്ട്രീറ്റ് പെർഫോമൻസ് ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഏരിയ ഡൽഹിയിലുള്ളത്. അവരിപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് കുടിയൊഴിപ്പിക്കപ്പെട്ടു. അങ്ങനെ വിവിധ തരത്തിലുള്ള ആൾ കുടിയൊഴിപ്പിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ G20 വന്ന സമയത്ത് അത് സംഭവിച്ചു, കോമൺവെൽത്ത് സംഭവിച്ചു, ട്രംപ് ഇന്ത്യ സന്ദർശിച്ച സമയത്ത് അത് സംഭവിച്ചു. ഇത്തരം വലിയ വികസനങ്ങളുടെ സൂചകങ്ങളായിട്ട് വർത്തിക്കുന്ന പല സംവിധാനങ്ങൾക്ക് പുറകിൽ ഒരുപാട് കണ്ണുനീര് രാജ്യം കാണുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. അത് സർക്കാർ സംവിധാനങ്ങൾ ജാഗ്രതയോടുകൂടെ ഇതിൽ ഇടപെട്ട് തുടങ്ങിയാൽ സ്വാഭാവികമായിട്ടും അതിന് പരിഹാരങ്ങളുണ്ട്. രാജ്യത്ത് വലിയ രൂപത്തിൽ മാറ്റങ്ങൾ പ്രകടമാണ്. ഈ ദാരിദ്ര്യരേഖയുടെ കണക്കുകൾ നോക്കുന്നിടത്തും പുതിയ കാലത്ത് കണക്കുകൾ അനുസരിച്ച് സാങ്കേതിക തിരിമറികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എങ്കിൽ പോലും മാറ്റങ്ങളുണ്ട്. പ്രാഥമിക വിദ്യാഭ്യാസം തുടങ്ങി എല്ലാ തലത്തിലും ഈ മാറ്റങ്ങൾ നമുക്ക് പ്രകടമാണ്. അപ്പോൾ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായി ഏജൻസികളും സംവിധാനങ്ങളും ഈ രൂപത്തിൽ ജാഗരൂകരായിട്ട് പ്രവർത്തിക്കുന്നുവെങ്കിൽ ഇന്ത്യയുടെ ഗ്രാമങ്ങൾ വലിയ വേഗം വളർച്ച പ്രാപിക്കുമെന്നുള്ളത് ഈ അടുത്ത കാലത്തൊരു ചരിത്രമാണ്. അതുകൊണ്ട് ഇത്തരം NGOകൾ അതുപോലെ സർക്കാർ സംവിധാനങ്ങളുടെയൊക്കെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ രാജ്യത്ത് വളരെ വിപുലമായിട്ട് നടക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ചെറിയ ഏകതാ രൂപങ്ങൾ, ഏതെങ്കിലും ചില ഒറ്റ മൂലി എന്ന രൂപത്തിൽ രാജ്യത്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല. ഈ വൈവിധ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ അധസ്ഥിതരായ ജനങ്ങൾക്ക് സംവിധാനങ്ങളോട് ചേർത്തി നിർത്താൻ രാജ്യത്തെ ഭരണകൂടങ്ങൾക്കും അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മറ്റു രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ സമാന മനസ്കരായ ആളുകളുടെയും വളരെ വേഗത്തിലുള്ള ശ്രമങ്ങൾ നടന്നാൽ ലോകത്ത് തന്നെയും വലിയ മാതൃകകൾ രാജ്യത്ത് സൃഷ്ടിക്കാൻ കഴിയും. ചൈന പോലെയുള്ള വലിയ മാനുഫാക്ചറിങ് സാധ്യതകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതിനുള്ള പോപ്പുലേഷനും സംവിധാനങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ ഗ്രാമങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് നാളെയുടെ ഭാവിയാണ്. ശരിക്ക് റൂറൽ അർബൻ എന്ന രൂപത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഇന്ത്യയിൽ നടന്നിട്ടുണ്ടെങ്കിലും ഈ അർബനൈസേഷൻ ഇന്ത്യയിൽ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അർബനൈസേഷൻ നടക്കുന്നത് ഒരർത്ഥത്തിൽ പുരോഗതിയുടെ കൂടെ സൂചനയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സെഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. ഈ വളരെ ദരിദ്രരായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അവഗണിക്കപ്പെട്ട അരികുവൽക്കരിക്കപ്പെട്ട നല്ലൊരു ശതമാനം ജനസംഖ്യയും ഇന്നും ഇന്ത്യയിൽ താമസിക്കുന്നുണ്ടെങ്കിൽ പോലും പോയ കാല വർഷങ്ങൾ അപേക്ഷിച്ച് സമീപകാലത്തുണ്ടായ മാറ്റങ്ങൾ വളരെ പ്രകടമാണ്. രാജ്യത്ത് ഔദ്യോഗിക സംവിധാനങ്ങൾ ചേർത്തുപിടിക്കാൻ സന്നദ്ധമായാൽ രാജ്യത്ത് വളരെ സമീപ ഭാവിയിൽ തന്നെ വിപുലമായ മാറ്റങ്ങൾ സാധ്യമാണ്. സന്നദ്ധ സംഘങ്ങളും പ്രവർത്തന രീതികളും അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുക തന്നെയും ആശ്വാസവഹമാണ്.